ഹലോ, നമസ്കാരം. കാഡോ ആർക്കിവ് സ്റ്റുഡിയോ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അൻവർ. നമ്മുടെ ഈ ചാനലിൽ ബ്ലെൻഡർ എന്ന സോഫ്റ്റ്വെയർ എങ്ങനെ 3D ആർട്ട് വിഷ്വലൈസേഷൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ് തുടർന്നുള്ള വീഡിയോസിൽ ഉദ്ദേശിക്കുന്നത്. സോ ഇന്ന് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ ഇതിന്റെ ഇൻട്രൊഡക്ഷനും ബ്ലെൻഡറിന്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ ഈ വ്യൂ പോർട്ടിലെ അത് മീൻ ഇത് 3Dന്റെ ഇന്റർഫേസ് വിഷ്വലൈസേഷൻ ചെയ്യാൻ നമുക്ക് എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. സോ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നമ്മുടെ ബ്ലെൻഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലെൻഡർ ഫ്രീവെയർ ആണ്, അഡ്വാൻസ്ഡ് ആണ്, പവർഫുൾ ആണ്. പിന്നെ നമുക്ക് നമ്മുടെ മേഖലയ്ക്ക് വേണ്ടി മാത്രമല്ല പല മേഖലയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ആർട്ട് വിഷ്വലൈസേഷന് വേണ്ടി യൂസ് ചെയ്യണമെന്നില്ല, എല്ലാ മേഖലയിലും യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. എല്ലാ മേഖലയും മീൻസ് ഇപ്പോൾ ഈവൻ 2D ആനിമേഷൻ, 3D ആനിമേഷൻ, സിനിമ ഫീൽഡ്, CGI, VFX തുടങ്ങി സ്കൾപ്ചറിങ്, അതുപോലെ പല ആനിമേഷൻ പല ഫീൽഡിലും യൂസ് ചെയ്യുന്നുണ്ട്. ഫർണിച്ചർ ഡിസൈൻ, സ്പെഷ്യലൈസ്ഡ് പ്ലാന്റ് വെജിറ്റേഷൻ മേക്കിംഗ്, അതൊക്കെ നമ്മൾ 3D വരും. അതുപോലെ UV അൺറാപ്പിംഗ്, പല രീതി നമ്മൾ പോലും പല ചിന്തിക്കാത്ത ചില സംഭവങ്ങളൊക്കെ ബ്ലെൻഡർ വെച്ച് ചെയ്യുന്നുണ്ട്. സോ അതിന്റെയൊക്കെ നമുക്ക് ആർട്ടിക്കിൾസും കാര്യങ്ങളും എല്ലാം ഓൺലൈനിൽ കാണാൻ പറ്റും. സോ എനിവേ നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത് നമുക്ക് ആർട്ട് വിഷ്വലൈസേഷൻ എങ്ങനെ ബ്ലെൻഡർ ചെയ്തെടുക്കാൻ പറ്റും എന്നതിന്റെ ഒരു മലയാളം ട്യൂട്ടോറിയൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഇന്റർനെറ്റിൽ ധാരാളം എന്താ പറയുക സോഴ്സസ് ഉണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനൊക്കെ ഉള്ളവർക്ക് തുടർന്ന് ഇന്റർനെറ്റിലൊക്കെ ക്ലാസ്സസ് ഉണ്ട്. എന്നാൽ പോലും മലയാളത്തിൽ എന്റെ കണ്ണിൽ അങ്ങനെ കണ്ടില്ല. സോ ദാറ്റ്സ് വൈ നമുക്ക് മലയാളം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. മലയാളത്തിൽ പ്രത്യേകിച്ച് ആർട്ട് വിഷ്വലൈസേഷന് വേണ്ടി ബ്ലെൻഡർ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നമ്മുടേതായ ഒരു മെത്തേഡ് ഉണ്ട്. അതായത് ബ്ലെൻഡറിനെ നമ്മൾ നമ്മുടേതായ രീതിയിൽ ചില ഷോർട്ട് കട്ട്സും നമ്മുടെ ഇന്റർഫേസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാം. അതായത് ഒരു നോർമൽ മെത്തേഡ് നമുക്ക് തന്നെ ഫസ്റ്റ് ബിൽഡ് ചെയ്യാം. പിന്നീട് നിങ്ങൾ അഡ്വാൻസ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു ബേസിക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ ബ്ലെൻഡർ കസ്റ്റമൈസ് ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷെ നമ്മുടെ ക്ലാസ്സുകളിൽ ഒരു ഒരു ബേസിക് സെറ്റപ്പ് ഉണ്ടാവും. സോ ഇത് ഡിഫോൾട്ട് ബ്ലെൻഡർ സെറ്റപ്പ് ആണ്. ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തും. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പല സോഫ്റ്റ്വെയർസിലും അങ്ങനെ നമ്മൾ നമ്മുടേതായ ആവശ്യങ്ങൾക്ക് ഫസ്റ്റിന്റെ മാറ്റങ്ങൾ വരുത്തും. സോ ആ രീതിയിലാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. എനിവേ ഇത് ബ്ലെൻഡർ 4.23 ഏറ്റവും ലേറ്റസ്റ്റ് നിലവിൽ നവംബർ 2014 ആണ്. ഐ മീൻ 24 ആണ്. 2024 നവംബറിൽ ബ്ലെൻഡർ 4.3 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ. സോ നമ്മൾ 4.23 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിവേ ഇതാണ് ബ്ലെൻഡറിന്റെ ഫസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഇന്റർഫേസ്. വൺസ് നിങ്ങൾ ബ്ലെൻഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്പ്ലാഷ് സ്ക്രീൻ എന്ന് പറയും. ഇതിൽ ബ്ലെൻഡർ 4.1 പ്രിഫറൻസ്, നിങ്ങൾ മുന്നേ 4.1 അതിന് പഴയ ഏതെങ്കിലും ബ്ലെൻഡർ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ 3.6 യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ നിലവിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനത്തെ ആളുകൾ 4.ലേക്ക് വരുമ്പോൾ പുതിയ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പഴയ വെർഷനിലെ സെറ്റിംഗ്സും ഇന്റർഫേസും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എല്ലാ സംഭവവും ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ഫസ്റ്റ് കാണുന്നത്. സോ ഞാൻ നേരത്തെ സംസാരിച്ച പോലെ നമുക്ക് നമ്മുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനുണ്ട് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഇന്റർഫേസ്. സോ വൺസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുതിയ ഒരു സോഫ്റ്റ്വെയറിലേക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മൾ ഇവിടെ ഇമ്പോർട്ട് കൊടുക്കണം. എന്നാലേ നമ്മൾ അന്ന് ചെയ്ത് വെച്ച കസ്റ്റമൈസ്ഡ് ബ്ലെൻഡർ പുതിയതിലേക്ക് മാറുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ പഴയതിൽ ഐ മീൻ ഈ ഡിഫോൾട്ടിൽ നിങ്ങൾക്ക് പിന്നെ അത് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. നിങ്ങളുടെ വർക്ക് ഫ്ലോ സ്ലോ ആവും. സോ അത് മറക്കാണ്ട് ഓർത്തിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ, ഏത് ലാംഗ്വേജ് ആണ്, തീം ഏതാ വേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഞാൻ ഡിഫോൾട്ട് ആയിട്ട് ഇടുകയാണ്. ഓക്കെ. അതുപോലെ ബ്ലെൻഡറിന്റെ കീ മാപ്പ്, ഷോർട്ട് കട്ട്, ഇവിടെ 3ds Max ഒക്കെ മുന്നേ വന്നിരുന്നു. ഇപ്പോ 3ds Maxന്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇൻഡസ്ട്രി കോമ്പാക്റ്റബിൾ എന്നാണ് വരുന്നത്. സോ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ബ്ലെൻഡറിന്റെ ഡിഫോൾട്ടിലാണ് ഇപ്പൊ നിലവിൽ പോകാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് മൗസ് സെലക്ട്, അത് റൈറ്റോ ലെഫ്റ്റോ എന്ന് നമ്മൾ നോർമൽ ലെഫ്റ്റിനെ കൊടുക്കാം. പിന്നെ ഇതിന് ഹിസ്റ്ററിയും കാര്യങ്ങളും ഞാൻ കൂടുതൽ പറയുന്നില്ല. പണ്ട് ഇത് റൈറ്റ് ആയിരുന്നു, ഇപ്പൊ ലെഫ്റ്റ്. ഇപ്പൊ ഓപ്ഷൻ ഡിഫോൾട്ട് ലെഫ്റ്റ് വരുന്നുണ്ട്. മറ്റേത് ഫസ്റ്റ് ടൈം 2.7 ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ബ്ലെൻഡറിന്റെ റൈറ്റ് ക്ലിക്ക് ആയിരുന്നു സെലക്ഷൻ. ഓക്കെ. എനിവേ ഞാൻ ജസ്റ്റ് അത് ഈ സമയം പറഞ്ഞെന്നുള്ളൂ. പിന്നെ സ്പേസ് ബാർ ആക്ഷൻ, സ്പേസ് ബട്ടൺ ആണ്. സ്പേസ് ബട്ടൺ എന്താണ് കൊടുക്കുന്നത്. അപ്പോൾ പ്ലേ തന്നെയാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത്.
ഓക്കെ, നെക്സ്റ്റ് സേവ് ന്യൂ പ്രിഫറൻസ്. അതായത് ഇത് നമ്മൾ മാറ്റൊന്നും വരുത്തുന്നില്ല. പിന്നെ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇതൊന്നും ക്വസ്റ്റ്യൻ അല്ല. ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് ക്ലോസ് ആവും, നമ്മുടെ പഴയ ഇന്റർഫേസ് വരും. പക്ഷെ ഇത് പുതിയ ഒരു ഇന്റർഫേസ്, പുതിയൊരു ക്രിയേറ്റ് ന്യൂ പ്രിഫറൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ സേവ് ന്യൂ പ്രിഫറൻസ് അത് കൊടുക്കാം. ഓക്കെ, ഇപ്പോ ഡിഫോൾട്ടിൽ ഫ്രഷ് ആയിട്ട് ബ്ലെൻഡറിലേക്ക് വന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പഴയ ആളുകൾക്ക് പഴയ സെറ്റിംഗ്സ് വേണമെങ്കിൽ ഇത് ചെയ്യാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ഇതാണ് നമ്മൾ വൺസ് നമ്മൾ സേവ് പ്രിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ വരാൻ പോകുന്ന നോർമൽ വരുന്ന സ്പ്ലാഷ് സ്ക്രീൻ. മറ്റേത് വൺ ടൈം ആണ് വരുള്ളൂ. ഇത് രണ്ടാമത് വീണ്ടും നമ്മൾ ബ്ലെൻഡർ പിന്നീട് യൂസ് ചെയ്യുമ്പോൾ വരുന്ന നോർമൽ രീതിയിൽ വരുന്ന സ്പ്ലാഷ് സ്ക്രീൻ. ഇതിൽ വരുന്ന എന്ന് വെച്ചാൽ ജനറല് 2D ആനിമേഷൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ പലതരം ടെംപ്ലേറ്റ്സ് ഉണ്ട്. നമ്മൾ ചെയ്യുന്നത് ജനറലാണ്. ഇത് അവർക്ക് വേണ്ടിയിട്ടാണ്, ആനിമേഷൻ ചെയ്യുന്നവർക്കും സ്കൾപ്ചറിങ് ചെയ്യുന്നവർക്കും VFX ചെയ്യുന്നവർക്കും ഒക്കെ വേണ്ടിയുള്ള ടെംപ്ലേറ്റ്സ് ആണ്. പിന്നെ നമ്മുടെ എന്തെങ്കിലും ഫയൽ മുന്നേ മിസ് ആയിട്ടുണ്ടെങ്കിൽ ഇത് റീകവർ ചെയ്യാനുള്ളതാണ്. പിന്നെ അതുപോലെ ഓപ്പൺ, നോർമൽ ഓപ്പൺ തന്നെ ഏതെങ്കിലും പ്രൊജക്ട് ഓപ്പൺ ചെയ്യാനുള്ള, ഇത് ലേറ്റസ്റ്റ് റീസെന്റ് പ്രൊജക്ട്സ്. പിന്നെ നമ്മളെ ഡൊണേഷൻ, അത് പിന്നെ എന്താണ് നമ്മുടെ പുതിയ വെർഷനിൽ വരുന്നതിന്റെ പുതിയ പാർട്സ് ന്യൂ പറഞ്ഞിട്ട് അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ, അതിന്റെ അപ്ഡേറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. പിന്നെ ബ്ലെൻഡർ ഡൊണേറ്റ് ചെയ്യാൻ കൺസിഡർ ചെയ്യാം, ഇപ്പോഴല്ലെങ്കിൽ ഭാവിയിൽ. ഓക്കെ, എനിവേ ഫ്രീ വെയർ ആണ്, നമുക്ക് അവര് അത്യാവശ്യം ഡൊണേഷൻ ഒക്കെ എടുത്തിട്ടാണെങ്കിലും നോർമൽ നമ്മളെ പോലത്തെ ഫ്രീലാൻസ് ആളുകൾക്കും അതല്ലെങ്കിൽ ചെറിയ ചെറിയ എന്താ പറയാ ഫേംസും കാര്യങ്ങളും നടത്തുന്ന ആളുകൾക്കൊക്കെ ബ്ലെൻഡർ വളരെ യൂസ്ഫുൾ ആണ്. സോ നമ്മളെ കേരളക്കരയില് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ പോലും അതിനൊരു കമ്മ്യൂണിറ്റി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. സോ നമുക്ക് പതുക്കെ ചെറിയൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യണം. എനിവേ, ഇത് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. സോ ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുമ്പോൾ മുന്നേ ഞാൻ ഇതേ ചാനലിൽ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സോ ദൈവം വിചാരിക്കുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് എല്ലാ എപ്പിസോഡും ഒരു വൺസ് വീക്കിൽ ഒരു 3-4 എപ്പിസോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ഇന്റർഫേസ് നിലയ്ക്ക് ഈ എപ്പിസോഡ് അല്പം നീളുന്നതാണ്. എനിവേ, ഏറ്റവും സ്പീഡിൽ സംസാരിച്ചിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. സോ നമ്മൾ സ്പ്ലാഷ് സ്ക്രീനിൽ ജനറൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്തു, നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് വന്നു. സോ ഇതാണ് നമ്മള് ബ്ലെൻഡറിന്റെ ഡിഫോൾട്ട് വ്യൂ പോർട്ട്. ഇതിന്റെ ഏറ്റവും ബേസിക്കലി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതാണ് മെയിൻ വ്യൂ പോർട്ട്, നമ്മുടെ 3D കാര്യങ്ങളൊക്കെ വരുന്ന വ്യൂ പോർട്ട്. ഇത് ഔട്ട്ലൈനർ ആൻഡ് ദിസ് ഈസ് പ്രോപ്പർട്ടി, ഐ മീൻ പ്രോപ്പർട്ടീസ്. നമ്മളെ ഒരു എന്ത് ഒബ്ജക്ട് ക്ലിക്ക് ചെയ്താലും അതിന്റെ പ്രോപ്പർട്ടീസും മറ്റുള്ള കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. ഇതാണ് മെയിൻ സെറ്റിംഗ്സ്. ഈ ഒരു ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതാണ് മെയിൻ ആയിട്ട്. ബാക്കിയുള്ളത് അതുമായി സംബന്ധിച്ചുള്ള ഒരു സെറ്റിംഗ്സ് ആണ്. പിന്നെ ഇത് ലൈറ്റ്. ഓക്കെ, ക്യാമറ, ഒബ്ജക്റ്റ്, ലൈറ്റ്. ഒരു നോർമൽ വ്യൂ പോർട്ടിൽ വരേണ്ട കാര്യങ്ങളാണ്. ഇത് മൂന്നും ബേസിക് സംഭവങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മൾ ഒരു ക്യാമറ ആവില്ല, ഒരു 10 ക്യാമറയിലും ചിലപ്പോൾ യൂസ് ചെയ്യും, അതിൽ കൂടുതൽ യൂസ് ചെയ്യും. സോ 1, 2, 3 ഒക്കെ യൂസ് ചെയ്യും. അപ്പൊ ക്യാമറ ഇപ്പോൾ ബേസിക്കലി ഒന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഒബ്ജക്റ്റ് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഒന്നാവില്ല, ഒരു 3D ഇന്റീരിയറോ എക്സ്റ്റീരിയറോ ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെതായ കുറെ ഒബ്ജക്ട്സ് ഉണ്ടാവും. പിന്നെ ലൈറ്റ് നമ്മൾ അതിനനുസരിച്ച് ആവശ്യം യൂസ് ചെയ്യും. പക്ഷെ ഇവിടെ ഏറ്റവും ബേസിക്കലി നമുക്ക് 3 ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ കാണിച്ചു തന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് അത് അതൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ വരുന്നതാണ്. എനിവേ, നമുക്ക് ഈ ഒരു ഓർബിറ്റ് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ മൗസിന്റെ സ്ക്രോൾ ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ നമുക്ക് ഓർബിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് സ്ക്രീൻ കാസ്റ്റിംഗ്, ഐ മീൻ കീ എങ്ങനെ അവിടെ ക്ലിക്ക് ചെയ്യണം എന്നുള്ളതിന്റെ സെറ്റിംഗ്സ്, ഐ മീൻ ഒരു ആഡ് ഓൺ ഉണ്ട്, അതിന് ചെറിയ ബഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ ഉടനെ നിങ്ങൾക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അതായത് ഇവിടെ നമുക്ക് ഏത് ബട്ടണാണ് ക്ലിക്ക് ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് പോസ് ചെയ്ത് നോക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്യട്ടെ. ആഡ് ഓൺ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളത് ഞാൻ ഏറ്റവും ബിഗിനിങ്ങിൽ പറയുന്നില്ല. തുടർന്ന് 1-2 എപ്പിസോഡ്സിൽ തീർച്ചയായിട്ടും ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്ത് വരും. കാരണം ആഡ് ഓൺസ് നമുക്ക് മസ്റ്റ് ആണ്. സോ ആഡ് ഓൺ ഞാൻ പറഞ്ഞ രീതിക്ക് നമ്മൾ കസ്റ്റമൈസ്ഡ് ബ്ലെൻഡർ ഇന്റർഫേസ് നമ്മൾ ഫസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കണം. ഓക്കെ, സോ നമ്മുടെ തുടർന്നുള്ള ക്ലാസ്സിൽ നമുക്ക് ഇന്റർഫേസ് ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ് തുടർന്ന് വേണ്ടത്. സോ ആസ് എ ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ഞാൻ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യണം. കസ്റ്റമൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമുക്ക് ആഡ് ഓൺസ് ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഫസ്റ്റ് ഇതിലെ ഈ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇത് വ്യൂ പോർട്ട്, 3D വ്യൂ പോർട്ട്, ഇത് ഔട്ട്ലൈനർ, ഇത് പ്രോപ്പർട്ടീസ്, ഇത് ടൈം ലൈനർ. ഈ ടൈം ലൈനർ നിങ്ങൾ തീർച്ചയായിട്ടും 3ds Maxൽ കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ
സ്കെച്ചപ്പിൽ നിന്ന് നേരെ ഇതിലേക്ക് വരുന്ന ആളുകൾക്കാണ് കുറച്ച് ഒരു ചെറിയ ടഫ് ആയിട്ട് കൂടുതൽ തോന്നാൻ ചാൻസ്. കാരണം അവരെ സംബന്ധിച്ച് അഡ്വാൻസ് ലെവലിൽ 3D കുറച്ച് സ്കെച്ചപ്പിൽ അത്ര ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ചെറിയൊരു ഡിഫിക്കൽട്ടി തോന്നും. എനിവേ അതൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയെടുക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഒരു ഗ്രൂപ്പോ കാര്യങ്ങളോ തുടങ്ങി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് പേഴ്സണൽ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാം. കമ്മ്യൂണിറ്റി ലെവലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാക്സിമം ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. എനിവേ ലെറ്റ്സ് ഗോ ടു ദ ടൂൾസ്. ഇതാണ് ടൂൾസ്. ടൂൾസിൽ ഫസ്റ്റ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ യൂസ് എന്താന്നൊക്കെ ഇവിടെ തന്നെ ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട്. സോ നിങ്ങൾ അതും ഒന്ന് വായിച്ചെടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഇവിടെ പറയുകയാണെങ്കിൽ സെലക്ഷൻ ആണ്. സെലക്ഷനിൽ നമുക്ക് പലതരം സെലക്ഷൻ വരുന്നുണ്ട്. സോ നമ്മൾ ഈ ബോക്സ് സെലക്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മുടെ ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് നമ്മുടെ ആർക്ക് വിഷ്വലൈസേഷന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ഇതിൽ ഇതാണ് ശരി എന്നൊന്നും അർത്ഥമില്ല. പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടേതായ മെത്തേഡിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക ഏത് സെലക്ട് ബോക്സ് എന്ന ആ ഒരു സംഭവം തന്നെയാണ്. പിന്നെ 3D കഴ്സറാണ്. 3D കഴ്സറിന്റെ യൂസ് ഞാൻ ഏറ്റവും ബേസിക്കലി പറയണമെങ്കിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ അങ്ങോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ആദ്യം 3D കഴ്സർ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു ടാർഗറ്റ് പോലെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 3D കഴ്സർ നമുക്ക് സ്നാപ്പ് യൂസ് ചെയ്യണം. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കറക്റ്റ് കൊണ്ടുവെക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് എവിടെയെങ്കിലും കൊണ്ടുപോയി 3D കഴ്സർ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് ആവില്ല 3D കഴ്സർ പ്ലേസ് ആവാം. സോ 3D കഴ്സറിനെ നമ്മൾ ആദ്യം കറക്റ്റ് പൊസിഷനിൽ ടാർഗറ്റ് ചെയ്ത് അവിടെ സ്നാപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈസിയാണ് കാര്യങ്ങൾ. അത് ഒരു യൂസ് ആണ്. അതേപോലെ തന്നെ സോഴ്സ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും പിവോട്ട് പോയിന്റ് പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും 3D കഴ്സറിന്. ഒരു ടെമ്പററി രീതിയിൽ നമുക്ക് രണ്ട് ടാർഗറ്റ് ആയിട്ടും സോഴ്സ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ട്യൂട്ടോറിയൽസിൽ അങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് 3D കഴ്സറിന് നമുക്ക് ടാർഗറ്റ് വെക്കാം, സോഴ്സ് വെക്കാം. അത് നമ്മളെ വരും ക്ലാസ്സിൽ മനസ്സിലാവും. എനിവേ ഇത് മൂവ് ടൂൾ ആണ്. മൂവ് ടൂളിന്റെ ഷോർട്ട് കട്ട് എം അല്ല ജി ആണ്. ജി എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രാബ് ചെയ്യുക. ഗ്രാബ് പറയുമ്പോൾ എടുക്കുക എന്നുള്ള മീനിങ്ങിലാണ് ജി വരുന്നത്. സോ മൂവ് ടൂൾ ആണ്. മൂവ് ടൂൾ ഇതാ ഇവിടെ മൂവ് ടൂൾ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഇതിന് ആരോ കീ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓരോ ആക്സിസിലേക്കുള്ളത്. സോ ഇതിൽ നമ്മൾ ഏറ്റവും ബേസിക്കലി പഠിക്കാനുള്ളത് റെഡ് ആക്സിസ് എന്ന് പറഞ്ഞാൽ റെഡ് എക്സ് ഓക്കെ. റെഡ് എക്സ് ഏറ്റവും പെട്ടെന്ന് ബൈ ഹാർട്ട് ആക്കി ഏറ്റവും നല്ലത് റെഡ് എക്സ്. ഇത് വൈ മീൻസ് വൈ ഗ്രീൻ റെഡ് എക്സ് വൈ ഗ്രീൻ. മൈഗ്രീൻ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ വൈഗ്രീൻ എന്ന് നിങ്ങൾ ഏറ്റവും ഈസി ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റും. സോ അത് എന്തെന്ന് വെച്ചാല് നമ്മളെപ്പോഴും ഈ വൈയും എക്സും ഇവിടെ നോക്കി വർക്ക് ചെയ്യുന്നത് ഒരു എളുപ്പമുള്ള രീതിയല്ല. ഇപ്പൊ ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് വൈ ഏതാ എക്സ് ഏതാ സെഡ് ഏതാന്നുള്ളതൊക്കെ ഇവിടെ കളർഫുൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതൊക്കെ ഹൈഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ കസ്റ്റമൈസ്ഡ് സംഭവങ്ങൾക്ക് നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. സോ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഈ പാനിങ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് പാൻ ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം വർക്ക് ഫ്ലോ സ്ലോ ആവും. സോ നിങ്ങൾ ഇതൊക്കെ ഇല്ലാണ്ട് ഒന്നുകൂടി അഡ്വാൻസ് ആവണം എന്നതിന് പറഞ്ഞു തരുന്നത്. സോ ഇതൊക്കെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെഡ് ഇതില് ഗ്രീൻ കണ്ടു കഴിഞ്ഞാൽ ഇത് എക്സ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ റെഡ് എക്സ് വൈ ഗ്രീൻ എന്നുള്ളത് പഠിച്ചിരിക്കുക. സെഡ് പിന്നെ ബ്ലൂ ആണ്. അത് പിന്നെ ഒരു മെയിൻ ഇഷ്യൂ അല്ല, മെയിൻ കേസ് അല്ല. സോ മൂവ് ടൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒബ്ജക്റ്റും കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ടൂൾ കൊണ്ട് ഏതെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വരും സെഡും റെഡും വൈ ഒക്കെ ഓക്കെ. സോ എനിവേ അത് നെക്സ്റ്റ് കാര്യം ഞാൻ ഇതിന്റെ കൂടെ നമുക്ക് ചെറിയ ചെറിയ ടിപ്പും കാര്യങ്ങളും പറഞ്ഞുതരാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടൂളിൽ തന്നെ ചെറുതായിരുന്നു ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് മറ്റേ റൊട്ടേഷനിൽ ഷോർട്ട് കീ ആർ തന്നെയാണ്. അതിൽ ഇതുപോലെ നമ്മൾ റെഡ് ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യണോ വൈ ആക്സിൽ റൊട്ടേറ്റ് ചെയ്യണ സംഭവമാണ്. പിന്നെ പുറത്ത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് 3D സ്പേസിൽ കിടന്ന് റൊട്ടേറ്റ് ആവും. സോ ഇത് നമുക്ക് അത്ര യൂസ് വരുന്നില്ല. കാരണം നമ്മളെപ്പോഴും ഒരു മറ്റേ സ്നാപ്പും അതുപോലെ നമ്മുടെ വർക്ക് ഇപ്പോഴും പ്രത്യേകിച്ച് MMലോ ഇന്റീരിയർ ഒക്കെ ചെയ്യുന്ന ആളുകൾ MMൽ അത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് മോഡുലാർ ഇന്റീരിയർ ഒക്കെ ചെയ്യുമ്പോൾ. അതല്ല നമ്മളെ എക്സ്റ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ സെന്റിമീറ്ററോ ഇഞ്ചസ് ഒക്കെ ഫോക്കസ് ചെയ്താൽ മതി. പക്ഷെ ഇന്റീരിയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പ്രിസിഷൻ ആയിരിക്കണം. വളരെ പ്രിസിഷൻ രീതിയിലുള്ള വർക്ക് ചെയ്യണം. സോ ഒക്കെ കെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ 3Dയിലിട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് തന്നെ ബുദ്ധിമുട്ട് വരും. സോ എപ്പോഴും ആക്സിസ് വെച്ചിട്ട് വൈയോ ഗ്രീനോ ബ്ലൂവോ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തഡ് ഇതൊന്നും അല്ല. ഈ ടൂളൊന്നും അല്ല നമ്മൾ യൂസ് ചെയ്യാം. നമ്മൾ ഇവിടെ വരുന്ന ക്ലിക്ക് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലോ ആവും. സോ നമ്മുടെ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇതിനെ റീസെറ്റ് ചെയ്യാൻ പോവാണ്. ആൾട്ട് ആർ അടിച്ചു കഴിഞ്ഞാൽ ഇത് റീസെറ്റ് ആവും. സോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ കാസ്റ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അത് കീ ഓൺ ആക്കിയിട്ടില്ലല്ലേ? സോറി, ഞാനത് ഷോർട്ട് കട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. സോ അതുകൊണ്ടാണ് ഇവിടെ
നിങ്ങൾക്ക് ഏത് കീ ആണ് പ്രസ് ചെയ്യണത് മനസ്സിലാവാത്തത്, അതിനുള്ള ഒരു ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അറിയാൻ പറ്റും. എനിവേ ഇപ്പൊ ഞാൻ സംഭവം ആൾട്ട് 6 പിടിച്ചിട്ട് ഈ റൊട്ടേഷന്റെ ഇത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്, റൊട്ടേഷൻ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഷോട്ട് ചിലപ്പോൾ റൊട്ടേഷൻ ആണെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യില്ല, പകരം ജസ്റ്റ് 6 ക്ലിക്ക് ചെയ്യും. 6 ക്ലിക്ക് ചെയ്താൽ ഇപ്പൊ റൊട്ടേഷൻ വന്ന്, പക്ഷെ ഏത് ആക്സിസ് എന്നുള്ളത് ബ്ലെൻഡറിന് അറിയില്ല. സോ നമ്മൾ എക്സ് ആണെങ്കിൽ എക്സ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ എക്സിന്റെ ആക്സിസിൽ ഇരുന്ന് റൊട്ടേറ്റ് ആവും. വൈ ആണെങ്കിൽ വൈ ഇട്ട് വൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈയിൽ റൊട്ടേറ്റ് ആവും. ഇനി ഈ വൈയും റെഡും വേണ്ട, സെഡ് ആണ് വേണ്ടത് വെച്ചാല് രണ്ട് രീതിക്ക് ചെയ്യാം. അതായത് ഇതിപ്പോ നിങ്ങൾക്ക് ഇതിന്റെ യൂസ് ഇപ്പൊ മനസ്സിലാവില്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറയാം. ആർ അടിച്ചിട്ട് സെഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും സെഡിൽ തിരിയും. അതുപോലെ തന്നെ നമുക്ക് സെഡ് വേണ്ടെങ്കിൽ ഷിഫ്റ്റ് സെഡ് അടിച്ചു കഴിഞ്ഞാല് സോറി, അത് നമ്മൾ റൊട്ടേറ്റ് ഓൺ ആയിട്ടില്ല. 6 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് സെഡ് അടിച്ചു കഴിഞ്ഞാല് പിന്നെ ഒരിക്കലും സെഡിലേക്ക് തിരിയില്ല. സെഡ് ആക്സിസ് ഡിആക്റ്റീവ് ആയിട്ടാണ് റൊട്ടേറ്റ് ആവുക. സോ ഇത് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. സോ അത് പിന്നെ പറയാം. എനിവേ നെക്സ്റ്റ് സ്കെയില്, അതും ഇതുപോലെ തന്നെ ആക്സസ് ഏതാ വേണ്ട അതുപോലെ ചെയ്യാം. പിന്നെ അതുപോലെ ഇത് ഫുൾ ട്രാൻസ്ഫോം ആണ്. ഇതെല്ലാം ഈ 3 കാര്യങ്ങൾ വരുന്നതാണ്, സ്കെയിലും റൊട്ടേറ്റും പിന്നെ മൂവും. പിന്നെ അനോട്ടേറ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും മാർക്ക് ചെയ്യണമെങ്കിൽ അനോട്ടേഷൻ കാണിക്കണക്കിന് ഇതിൽ ലെയേഴ്സ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഒരു കളർ ഇവിടെ മാറ്റിയതിനു ശേഷം ഇപ്പൊ ഇത് രണ്ടും ഒരുപോലെ മാറി, ഇനി പുതിയൊരു കളർ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് പുതിയൊരു ലെയർ കൊണ്ടുവരണം. അതിന് ഇവിടെ ഒരു സംഭവം വരുന്നുണ്ട്, എൻ പാനൽ എന്ന് പറയും. എൻ പാനൽ ഞാൻ ഇപ്പൊ വിശദീകരിക്കാം. നെക്സ്റ്റ് നമ്മൾ വരുന്നത് റൊട്ടേറ്റ് ഐ മീൻ മെഷർമെന്റ് ടൂൾ ആണിത്. നമുക്ക് ഈ ക്യൂബിന്റെ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ ഇതിപ്പോ സ്നാപ്പ് ഓൺ അല്ല. സ്നാപ്പ് ഓൺ ആകാത്തതുകൊണ്ടാണ് ഈ പോയിന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാത്തത്. ഐ മീൻ ഈ വെർട്ടെക്സ് ഈ കോർണർ കിട്ടാത്തത്. സോ ഇത് തെറ്റാണ്. കണ്ട പോയിന്റ് തെറ്റി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മെഷർമെന്റ് എടുത്ത ഏരിയ മാറിപ്പോയി. ഞാൻ ഇതാണ് പറഞ്ഞത്, നമ്മളെപ്പോഴും പ്രിസ്ക്രൈബ് ഐ മീൻ പ്രിസിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. സോ പ്രിസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സ്നാപ്പ് എന്ന ടൂൾ നിർബന്ധമായിട്ട് ഓൺ ചെയ്യണം. സ്നാപ്പ് ടോഗിൾ ആണ്, ഐ മീൻ ടൂൾ അല്ല, ഒരു ടോഗിൾ ആണ്. സോ ആ ടോഗിൾ നമുക്ക് ഓൺ ചെയ്യണം. അപ്പൊ ആ ടോഗിൾ ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ടൂൾ കൂടി പറയാം. ഇത് നമ്മള് നെക്സ്റ്റ് മാക്സിൽ കാണുന്ന പോലെ നമുക്ക് എവിടെയെങ്കിലും ഒരു ഒബ്ജക്റ്റ് ജനറേറ്റ് ചെയ്യാനോ അതിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോണ് കിട്ടും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഷേപ്പ് കിട്ടും. ഓരോ ഷേപ്പ് കൊണ്ടുവരണം. ആക്ച്വലി ഇത് നമ്മൾ ഒരിക്കലും അതിങ്ങനെ നമ്മുടെ ഒരു ആർട്ടിഫിഷ്യൽ യൂസ് ചെയ്യാത്ത ഒരു സംഭവമാണ്. വളരെ ഒരു എന്താ പറയാ ഒരു കാർട്ടൂണിസ്റ്റോ അല്ലെങ്കിൽ ആനിമേഷനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. സോ നമുക്കത് ആവശ്യമില്ല. എനിവേ ഞാൻ ജസ്റ്റ് ടൂൾസ് പരിചയപ്പെടുത്തുമ്പോൾ ഇതുകൂടി പരിചയപ്പെടുത്തിയെന്നുള്ളൂ. എനിവേ ലെറ്റ്സ് ഡിസ്ക്രൈബ് അബൌട്ട് ദിസ്. സോ ഈ റൊട്ടേഷനിൽ മെഷർമെന്റിൽ നമുക്ക് സ്നാപ്പ് വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. സ്നാപ്പിംഗ് വരുന്നത് ഇവിടെ ഈ ബാറിലാണ്. ടൂൾ ബാർ മീൻസ് ഇവിടെ ഈ ഒരു സംഭവത്തിലാണ് മെനു. ഇവിടെ ഒരു മെനു വരുന്നുണ്ട്, ഈ മെനുവിലാണ്. സോ ഇതാണ് ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന മാഗ്നറ്റ് ആണ് സ്നാപ്പ്. ഈ മാഗ്നറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് സ്നാപ്പ് വരുന്നത് ഇപ്പൊ കാണുന്ന ഗ്രിഡ് ബേസ് ചെയ്തിട്ടാണ്, ഇവിടെ കാണുന്ന ഗ്രിഡ്. സോ നമ്മൾ ഗ്രിഡ് മാറ്റിയിട്ട് വെർട്ടെക്സ് കൊടുക്കും. ഓക്കെ, വെർട്ടെക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടും ഓൺ ആയി. സ്നാപ്പ് ഓൺ, വെർട്ടെക്സിലും ഓൺ. ഇനി നമ്മൾ ഏത് കോർണറിൽ പോയി കഴിഞ്ഞാലും എല്ലാ വെർട്ടെക്സിലും നമുക്ക് സ്നാപ്പ് ചെയ്യാൻ പറ്റും. സോ ഇനിയാണ് ഈ മെഷർമെന്റ് എടുത്തിട്ടാണെങ്കിൽ ഇതാ ഇവിടെ ഓട്ടോമാറ്റിക് ഇവിടെ എനിക്ക് സ്നാപ്പ് ചെയ്യാൻ പറ്റി. അവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഈ എൻഡിൽ പോയി ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ കണ്ട 2 മീറ്റർ കിട്ടി. സോ ഇത് തന്നെയാണ് എവിടെയും നമ്മൾ ചെയ്യേണ്ട മെത്തേഡ്. സോ ഇതൊരു ക്യൂബാണ്, 2 മീറ്റർ 2 മീറ്റർ 2 മീറ്റർ ഉള്ള ക്യൂബാണ്. സോ ഞാനത് സ്നാപ്പിങ്ങിന്റെ കാര്യം ഏകദേശം ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്ക് മൂവ് ചെയ്യണമെങ്കിലൊക്കെ ഇനി സ്നാപ്പിങ് നമുക്ക് യൂസ് ആവും. സോ സ്നാപ്പിംഗ് കാര്യങ്ങൾ ഇതാണ്. പിന്നെ ഇവിടെ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്, അത് വഴിയെ നമുക്ക് സംസാരിക്കാം. എനിവേ ഇത് ഇപ്പൊ നമ്മുടെ ഒബ്ജക്ട്സ് ഇപ്പൊ നിലവിലുള്ളത് നമുക്ക് ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്ത് കളയാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ടൂൾ തന്നെ എടുത്ത് ഈ ബോക്സ് ഓൾറെഡി സെലക്ട് ആണ്, ഡിലീറ്റ് നമ്മളെ കീബോർഡിൽ ഡിലീറ്റ് ക്ലിക്ക് ചെയ്തു. എനിവേ ഇപ്പൊ നമുക്ക് നിലവിൽ ക്യൂബ് ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അനോട്ടേറ്റ് ചെയ്ത സംഭവം ഉണ്ട്. ഈ അനോട്ടേഷനിൽ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് റബ്ബ് ചെയ്യാം. റബ്ബ് ചെയ്യുമ്പോൾ നമ്മുടെ പെൻസിൽ എടുത്തതിന് ശേഷം കൺട്രോൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഡ്രാഗ് ചെയ്താണ് അത് മാഞ്ഞു പോകും. ഓക്കെ, ഇപ്പൊ ഏറ്റവും ഡിഫോൾട്ടിലേക്ക് വന്നിട്ടുണ്ട്. വ്യൂ പോർട്ടിൽ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത്. പിന്നെ നമുക്ക് ഔട്ട്ലൈനറിനെ കുറിച്ച് പറയാം. ഇത് ക്യൂബ്, അതിവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫോട്ടോഷോപ്പിലെ ലെയർ ഒക്കെ പോലെ തന്നെ നമ്മുടെ വ്യൂ പോർട്ടിൽ എന്താണോ അതിന്റെ ഒരു ലെയർ സെറ്റ് പോലെ തന്നെ ഇവിടെ വരുന്നത്. പിന്നെ ലെയറിന്റെ സെയിം ഫങ്ഷൻ ഒന്നല്ല, എന്നാലും ഏകദേശം പറഞ്ഞെന്നുള്ളൂ. അതുപോലെ ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ്, അതുപോലെ ഇത് ക്യാമറ
ക്യാമറയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അതുപോലെ നമ്മളൊരു ഫോൾഡർ പോലെയാണ് ഇതിനെ നമുക്ക് പറയാം. കളക്ഷൻ എന്ന് പറയും. ഈ കളക്ഷനെ നമുക്ക് ഒരു ഫോൾഡർ ആയിട്ട് കാണാം. അപ്പൊ ഈ കളക്ഷന്റെ ഉള്ളിലാണ് ഒരു ക്യാമറയും ഒരു ക്യൂബും ഒരു ലൈറ്റ് ഉള്ളത്. ഈ കളക്ഷനിൽ നമുക്ക് ഡീആക്റ്റീവ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഇത്. ഈ ഒരു ടിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഡിലീറ്റ് ചെയ്ത പോലെ തന്നെയാണ്, ഡീആക്റ്റീവ് ആവും. പക്ഷെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇതിവിടെ ബ്ലെൻഡറിൽ തന്നെ ഉണ്ടാവും, ഡിലീറ്റ് ആയി പോകില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ. ഇത് നല്ല യൂസ്ഫുൾ ആയ മെത്തേഡാണ്, ഒരു ഓപ്ഷനാണ്. ഞാനത് എപ്പോഴും യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ്. ഡിലീറ്റ് ഐ മീൻ ഈ ഒരു ഡീആക്റ്റീവ് ചെയ്യുന്ന സംഭവം. അപ്പൊ ഇതിൽ നമുക്ക് എക്സ്ക്ലൂഡ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. നമ്മളതിനെ ഡീആക്റ്റീവ് എന്നാക്കിയിട്ടാണ് സംസാരിക്കുക. ആക്റ്റീവ് ഡീആക്റ്റീവ് എന്നാണ് ഞാനിവിടെ നമ്മുടെ ക്ലാസ്സിൽ ചിലപ്പോൾ ഒരു പക്ഷെ പറയാനുള്ള ചാൻസ്. അതുപോലെ തന്നെ ഈ വരുന്നതാണ് നമ്മുടെ ഹിഡൻ ഹൈഡ്, നോർമൽ ഹൈഡ്. പക്ഷെ ഇത് ഡിലീറ്റ് ആയി പോകണമെന്നില്ല. ഇത് ജസ്റ്റ് വ്യൂ പോർട്ടിൽ മാത്രമേ ഹൈഡ് ആയി പോകണുള്ളൂ. ഇത് അത് റെൻഡറിംഗിൽ നമുക്ക് ഇവിടെ ഈ ഒരു ഐക്കൺ പിടിച്ച് ഐ മീൻ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഹൈഡ് ആക്കി കഴിഞ്ഞാലും റെൻഡറിംഗിൽ കാണും. അപ്പോ ഇവിടെ ഹൈഡ് ആയിട്ട് റെൻഡറിംഗിൽ കാണുന്നത് ഒഴിവാക്കണമെങ്കിൽ റെൻഡറും കൂടി നമ്മൾ ഇൻറ്റു ക്ലിക്ക് ഐ മീൻ ഒരു വട്ടം ക്ലിക്ക് ചെയ്താൽ റെൻഡർ മീൻസ് ഈ ക്യാമറ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് കാണാൻ വ്യൂ പോർട്ടിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ റെൻഡറിംഗിൽ വരൂല. അതാണ് ഈ റെൻഡറിംഗിൽ നമ്മൾ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് വ്യൂ പോർട്ടിലും വേണ്ട റെൻഡറിലും വേണ്ട എന്നാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഡീആക്റ്റീവ് ഐ മീൻ എക്സ്പ്ലോഡ് ചെയ്യാണ്. എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിലും വരൂല. വ്യൂ പോർട്ടിലും അല്ല, ഒരു ഡിലീറ്റ് ചെയ്ത പോലെ തന്നെ ആയിരിക്കും. സോ റാം കുറച്ച് സേവ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെറ്റർ വേ ഇതാണ്. ഐ മീൻ എക്സ്പ്ലോഡ് ചെയ്യുക. റാം നിങ്ങൾക്ക് കുറവാണെങ്കിൽ എക്സ്പ്ലോഡ് ചെയ്ത് നമുക്ക് വേണ്ടാത്തതൊക്കെ എക്സ്പ്ലോഡ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു ലിമിറ്റ് അതിനുണ്ട്. ഏറ്റവും നമുക്ക് തീരെ ഒഴിച്ചും പെർമനന്റ്ലി വേണ്ടാത്ത കാര്യം ഡിലീറ്റ് ചെയ്ത് കളയാം. അതല്ല ടെമ്പററി കാര്യങ്ങളൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാനോ ഡീആക്റ്റീവ് ചെയ്യാനോ ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഔട്ട്ലൈനിൽ ഏറ്റവും മിനിമൽ ആയിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഒരു ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ വരുന്നത്. ഓക്കെ, റൊട്ടേറ്റ്, സ്കെയിൽ, റൊട്ടേറ്റ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിക്കല്ല നമ്മളെ വർക്ക് ഫ്ലോ വരുന്നത്. ഷോർട്ട് കട്ട് ആണ് ഇത്, ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്താൻ പറഞ്ഞേന്നുള്ളൂ. പിന്നെ ഇതിൽ ലോക്ക് ചെയ്ത് വെക്കാം നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ. സോ അത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയാണ്ട് പോലും ഒന്നും ചെയ്യാം, ഇതിന് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, ലോക്ക് അൺലോക്ക് ചെയ്തല്ലാണ്ട്. പിന്നെ ഇത് കീ ഫ്രെയിംസുകളാണ്, ആനിമേഷൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാവുന്നതാണ്. അതൊന്നും നമ്മൾ ഇപ്പോഴത്തെ ഫസ്റ്റ് എപ്പിസോഡ്സിലോ കാര്യങ്ങളൊന്നും വരുന്ന കാര്യമല്ല. എന്നാലും ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. ഇത് നമ്മൾ അറിയാണ്ട് പോയിട്ട് ക്ലിക്ക് ചെയ്ത് വെക്കരുത്. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് ഓപ്പൺ ഐ മീൻ നേരത്തെ ഞാൻ പറഞ്ഞറിയില്ല. യെസ്, നമുക്ക് ഒരു പഴയതിലേക്ക് ഏറ്റവും ബേസിക് ബ്ലെൻഡറിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എന്ത് സെറ്റിംഗ്സ് ആണോ ഉള്ളത് അതിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് നമ്മൾ അതിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കത് പ്രയാസമായി മാറും. എനിവേ ഞാനത് മെൻഷൻ ചെയ്തെന്നുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. അത് ഞാൻ ഉടനെ നമ്മളെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. അതായത് റിക്കവർ ചെയ്യാണ് നമ്മളെ പഴയ സെറ്റിംഗ്സിലേക്ക്. നമ്മളിവിടെ എന്തെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ ഫോൾട്ടും കാര്യങ്ങളൊക്കെ സംഭവിക്കുമല്ലോ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അത് ബാക്ക് ഐ മീൻ കൺട്രോൾ സെറ്റോ ഐ മീൻ അൺഡു ഒന്നും ചെയ്തിട്ട് ബാക്കിലേക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ സെറ്റിംഗ്സ് മൊത്തം മാറിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ലോഡ് ഫാക്ടറി സെറ്റിംഗ്സ് പറഞ്ഞ സംഭവം ഉണ്ട്. ഏറ്റവും റീസെന്റിലേക്ക് റീസെറ്റ് ചെയ്യണം, നമ്മൾ ബ്ലെൻഡർ റീസെറ്റ് ചെയ്യുന്ന പരിപാടി. പക്ഷെ അത് ഞാൻ അത്ര എന്തെന്ന് പറയുന്നില്ല, സജസ്റ്റ് ചെയ്യുന്നില്ല. എനിവേ അത്ര അത്യാവശ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് ചെയ്യാം. അത് എവിടെ പോകേണ്ടതെന്ന് വെച്ചാൽ ഫയൽ എടുക്കുക, ഡിഫോൾട്ട് എന്നിട്ട് സെക്കൻഡ് ലാസ്റ്റ് വരുന്നതിൽ ലോഡ് ഫാക്ടറി സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഫ്രഷ് നമ്മളെ സ്റ്റാർട്ടിങ്ങിലേക്ക് വരും ബ്ലെൻഡറിന്റെ. സോ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യം മണ്ടത്തരങ്ങൾ പറ്റുമ്പോൾ മാത്രമേ ചെയ്യാവുന്നുള്ളൂ. അതല്ലെങ്കിൽ തൽക്കാലം അങ്ങനെ വിട്ടുപോകാം. ഇപ്പൊ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യില്ലേ, ഓക്കെ, അപ്പൊ ആ രീതിയിലേക്കാണ്. പിന്നെ സ്കെയിലും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫോർമേഷൻ ഫസ്റ്റ് വരുന്നത്. പിന്നെ റിലേഷൻ എന്നൊക്കെ പറയുന്നത് അഡ്വാൻസ് ലെവലാണ്, പിന്നീട് പറയാം. കളക്ഷന് ഇത് നമുക്കൊന്നും അത്യാവശ്യങ്ങളുള്ള കാര്യങ്ങളല്ല, ഇൻസ്റ്റൻസിങ് ആവശ്യമാണ്, പക്ഷെ വളരെ റെയർ ആണ്. പിന്നെ വിസിബിലിറ്റി നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ളതാണ്. അതുപോലെ വ്യൂ പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്വാൻസ് ലെവലിൽ വരുന്നതാണ്. സോ ഇവിടെ അധികം പറയുന്നില്ല. ഏറ്റവും ബേസിക്കലി പറയാനുള്ളത് പിന്നെ മെറ്റീരിയൽ ആണ്. ഇതാണ് മെറ്റീരിയൽ. നമ്മളെല്ലാം അങ്ങനെ ജസ്റ്റ് വന്ന് നോക്കുക, നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവും. സോ ഇത് റെൻഡറിങ്, ഏറ്റവും ഫസ്റ്റ് റെൻഡറിങ് ആണ് വരുന്നത്. അത് ഈ മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, അത് നമ്മളെ സെറ്റിംഗ്സ് റെൻഡറിങ് സെറ്റിംഗ്സുമായി അല്ലെങ്കിൽ ബ്ലെൻഡറിന്റെ ഒരു മെയിൻ സെറ്റിംഗ് ആണ് റെൻഡറിങ്. സോ റെൻഡറിംഗിൽ നമുക്ക് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. ഇതില് നമുക്ക് രണ്ട് തരം എഞ്ചിൻ വരുന്നുണ്ട്, EV, സൈക്കിൾ. ഇത് പിന്നെ വർക്ക് ബെഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഈ വർക്ക് ചെയ്യുന്ന ഇതേ വ്യൂ പോർട്ടിൽ കാണുന്ന ഏകദേശം സെയിം സെറ്റപ്പ് തന്നെയാണ്. അതിൽ നമുക്ക് പ്രത്യേകിച്ച് റെൻഡർ ഒന്നും എടുക്കാനില്ല. EV എടുക്കാൻ പറ്റും, സൈക്കിൾ എടുക്കാൻ പറ്റും. സോ നമ്മൾ നോർമലി വീറെ ക്വാളിറ്റിയിലൊക്കെ എടുക്കണമെങ്കിൽ സൈക്കിൾ എടുക്കണം.
EV യിൽ നമുക്കത് എത്തിക്കാൻ പറ്റും. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ഈ സൈക്കിൾസ് ആണ്. EV ഏകദേശം ഒരു ലൂമിനൊക്കെ പോലെ തന്നെ അതിന്റെ ഔട്ട് വരിക. ഓക്കെ. അതാണ് 2 എൻജിൻസ്. റെൻഡർ എൻജിൻസ്. പിന്നെ അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്നതും ഒക്കെയാണ് ലൈറ്റ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനാണ് കളർ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ്സിൽ വരുന്നതാണ്. പിന്നെ അതിന്റെ ഔട്ട്പുട്ടിന്റെ ക്വാളിറ്റി 2K ആണോ 1K ആണോ അതൊന്നും സംഭവങ്ങൾ 4K വേണം. പിന്നെ എങ്ങോട്ട് ഔട്ട്പുട്ട് ചെയ്യണം, റിസൾട്ട് എവിടെ പോയി റെൻഡർ ഔട്ട് കൊടുക്കണം എന്നുള്ള ഫോൾഡറും കാര്യങ്ങളും ഏത് ഫോർമാറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അതുപോലെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമ്മളെ അറ്റ്മോസ്ഫിയർ HDRI ഒക്കെ വരുന്നത് ഇവിടെയാണ്. എവിടെ ഏത് HDRI യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ മെറ്റീരിയൽ HDRI ഒക്കെ നിങ്ങൾക്ക് സ്കെച്ചപ്പിൽ നിന്ന് വന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ വീറെ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. വേറെ വല്ല സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്യുന്ന റെൻഡറിംഗ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ അറിയാത്തവരുണ്ടാവില്ല. എന്നാൽ പോലും HDRI എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ വരുന്ന നമ്മുടെ എന്താ പറയാ സ്കൈ ലൈറ്റിങ്ങും മറ്റുള്ള അറ്റ്മോസ്ഫിയർ ലൈറ്റിംഗ് ഒക്കെ കൊണ്ടുവരുന്ന സംഭവമാണല്ലോ HDRI. സോ അതൊക്കെ വരുന്ന ക്ലാസ്സിൽ പറയുന്നതാണ്. ഓക്കെ. പിന്നെ മെറ്റീരിയൽ ഇപ്പൊ ഈ ഒരു ക്യൂബിന്റെ മെറ്റീരിയൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ കളർ ഒക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരുപക്ഷെ കളർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയില്ല. കാരണം ഇതിപ്പോ ഷെയ്ഡ് നോഡ് എന്ന് പറഞ്ഞ സംഭവത്തിൽ എടുക്കുന്നത്. ഷെയ്ഡ് നോഡ് എന്ന് വെച്ചാൽ ഇതാണ് നമ്മളെ നോഡ് മീൻ ഷെയ്ഡ് നോഡല്ല ഷെയ്ഡ് വ്യൂ പോർട്ട് ഇപ്പൊ ഷെയ്ഡ് ഐ മീൻ സോളിഡ് ആണ് ഷെയ്ഡ് അല്ല. സോളിഡ് ഇതിലാണ് കിടക്കുന്നത്. സോ അത് നമുക്ക് മാറ്റിയിട്ട് അതിന്റെ റെൻഡറിങ് ക്വാളിറ്റി ഒന്നുകൂടി ബെസ്റ്റ് ആക്കണേ മെറ്റീരിയൽ വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കളറും കാര്യം കാണാൻ പറ്റും, ലൈറ്റ് കാണാൻ പറ്റും. സോ ഇത് മെറ്റീരിയൽ പ്രിവ്യൂ. സോ ഇതിൽ നമുക്ക് എന്ത് കളറാണോ എന്തോ ഈ ഒബ്ജക്റ്റിന്റെ എന്ത് ഫിനിഷ് ആണോ അതിനെ കൊടുത്തിട്ടുള്ളതൊക്കെ കാണാൻ പറ്റും. സോ ഇത് റെൻഡറിങ് ആണ്, ഇത് വയർ ഫ്രെയിം ആണ്, ഇത് സോളിഡ് ആണ്. ഈ സോളിഡിലാണ് നമ്മൾ ഫസ്റ്റ് ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക. ഏറ്റവും ബെസ്റ്റ് വർക്ക് ചെയ്യാനും സ്പീഡും പെർഫോമൻസ് ഒക്കെ വേണമെങ്കിൽ സോളിഡിൽ വർക്ക് ചെയ്യാം. റെൻഡറിങ്ങിന്റെ ആവശ്യത്തിന് മാത്രം റെൻഡറിങ്ങിലേക്ക് പോവാം. പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ വയർ ഫ്രെയിം കാണുന്നുണ്ടെങ്കിൽ ഇത് വരും. വയർ ഫ്രെയിം ഒക്കെ സ്കെച്ചപ്പിൽ യൂസ് ചെയ്യുന്നവർക്ക് ഒരു പുതിയ കാര്യമായിരിക്കും. അത് നമുക്ക് പറയാം. തുടർന്ന് കാര്യങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ വയർ ഫ്രെയിം എടുക്കും. അപ്പോ എഡിറ്റും കാര്യങ്ങളൊക്കെ വരുത്തുമ്പോൾ പല സമയത്ത് നമുക്ക് വയർ ഫ്രെയിം ആവശ്യം വരും. സോ അതിനാണ് വയർ ഫ്രെയിം. പിന്നെ മെറ്റീരിയൽ വ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് നമ്മൾ ചെയ്ത വർക്കിന്റെ ഏകദേശം ഒരു 70% ക്വാളിറ്റി നമുക്ക് വ്യൂ പോർട്ടിൽ കാണാൻ പറ്റും. പിന്നെ നല്ലൊരു കാര്യങ്ങളെല്ലാം സെറ്റ് ആയി കഴിഞ്ഞാൽ റെൻഡറൊക്കെ അടിപൊളി സെറ്റിങ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റെൻഡറിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ലൈറ്റിങ്ങും സൺലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സംഭവം റെൻഡറിൽ ഇവിടെ തന്നെ കാണാൻ പറ്റും. വ്യൂ പോർട്ടിൽ തന്നെ നമുക്ക് റെൻഡർ കാണാൻ പറ്റും. സോ അതിന് എക്സാമ്പിൾ ഞാൻ ഇപ്പൊ നിലവിൽ കാണിക്കുന്നില്ല. എന്തായാലും നമ്മളിങ്ങനെ ഓർബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ലോഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ ഒരു ഔട്ട് ഒരു റഫ് റെൻഡർ നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കാണാൻ പറ്റും. പിന്നെ നമുക്ക് എന്തെന്ന് പറയാ ഏറ്റവും ഫൈനലി മാസ്റ്റർ റെൻഡറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഔട്ട്പുട്ട് കിട്ടും ചെയ്യും. സോ ഇതൊക്കെയാണ് നമ്മുടെ ബേസിക്കലി വരുന്ന കാര്യം. അപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു മെനു എടുത്തത് ഈ മെനുവിൽ നമ്മൾ എങ്ങനെ വരുന്ന മെനു നമ്മൾ ബ്ലെൻഡറിൽ പൈ മെനു എന്നാ പറയാം. പൈ മെനു. സോ ഈ പൈ മെനു എടുക്കുന്ന ഷോർട്ട് കട്ട് ഐ മീൻ റെൻഡറിങ്ങിന്റെ ഈ ഒരു പൈ മെനു എടുക്കുന്നത് ഷോർട്ട് കട്ട് ഐ മീൻ റെൻഡർ സോളിഡ് എന്ന് പറഞ്ഞിട്ടുള്ള വരുന്നത് സെഡ് ക്ലിക്ക് ചെയ്താലാണ് ഇങ്ങനെ വരും. സെഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഓക്കെ ജസ്റ്റ് വൺ ക്ലിക്ക് ചെയ്താലും വരും കേട്ടോ. ജസ്റ്റ് വൺ ക്ലിക്ക് സെഡ് ക്ലിക്ക് ചെയ്താലും വരും. പിന്നെ പിന്നെ നമുക്ക് ഇതുപോലെ പൈ മെനു വേറെ വരുന്നത് എന്താ പറയാ പൈ മെനു വരുന്നുണ്ട് വേറെ ഏതോ കീഴിൽ. യെസ് ഇവിടെ ഇത് വരുന്നുണ്ട് പൈ മെനു ആണ്. ഇത് നമുക്ക് നമ്മുടെ ടോപ്പ് വേണോ സൈഡ് വേണോ എന്നുള്ള നമ്മളെ ഒരു സൈഡ് എലിവേഷൻ ഐ മീൻ യെസ് അതിന്റെ ഓരോ വ്യൂസ് ആണ്. സോ നമുക്ക് റൈറ്റേക്ക് പോകണമെങ്കിൽ റൈറ്റേക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ഇത് എങ്ങനെ വരുന്നത് വെച്ചാല് നമ്മുടെ നമ്മളെ ഈ ബട്ടൺ നമുക്ക് പറയാം ടാബിന്റെ മുകളിൽ വരുന്ന ഒരു ബട്ടൺ ഉണ്ടല്ലോ. യെസ് ഞാനത് ഒന്ന് ഇവിടെ ഞാൻ ആ സംഭവം കൊണ്ടുവരാം. ആഡ് ഓൺ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യട്ടെ. ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്യുന്നത് തുടർന്ന് ഞാൻ പറയാം. 1 സെക്കൻഡ്. ഓക്കെ ഗൈസ്. അപ്പൊ നമ്മൾ പൈ മെനു കൊണ്ടുവരുന്ന ബട്ടൺസ് സെഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൈ മെനു വരും. പൈ മെനു മീൻസ് നമുക്ക് റെൻഡറും കാര്യങ്ങളൊക്കെ ഏറ്റവും ഷോർട്ട് കട്ട് രീതിയിൽ എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മുടെ വ്യൂ പോർട്ടിൽ ഈ സംഭവം സെയിം വരുന്നുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഈ വയർ ഫ്രെയിം സോളിഡ് മോഡ് മെറ്റീരിയൽ ഷെയ്ഡിങ്ങിന്റെ മോഡ് പിന്നെ റെൻഡറിങ് മോഡ്. ഓക്കെ ഈ സംഭവങ്ങൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സെലക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാൻ ഇത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൊത്തം നമ്മൾ മെഷ് അല്ലാത്ത ബാക്കിയെല്ലാം ഹൈഡ് ആവും. സോ ഇതിന് പല രീതിക്ക് നമുക്ക് മെഷ് മാത്രം കാണിക്കുന്ന സംഭവം ഉണ്ട് കേട്ടോ. അത് ഇത് മാത്രമല്ല ഇവിടെയുണ്ട്.
ഇതെല്ലാം ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പലതും നമുക്ക് ഇവിടുന്ന് ഹൈഡ് ആവും. ഇപ്പൊ നമുക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ മിസ്സായി, ഐ മീൻ ഹൈഡ് ആയിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ആഹ് ഈ ആ മെത്തേഡും ഈ മെത്തേഡും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഇത് ബ്ലണ്ടർ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതെല്ലാം നമ്മൾ ഇപ്പൊ നിലവിൽ ഞാനിത് പറയാൻ കാരണം ഈ ഒരു സംഭവത്തെ കുറിച്ചാണല്ലോ, ഷോ ഓവർലേ. ഈ ഓവർലേ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വ്യൂ പോർട്ടില് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് അത്യാവശ്യം ക്ലീൻ ആണ്, പക്ഷെ പകരം കുറെ പാരന്റിങ് പറഞ്ഞ സംഭവങ്ങളൊക്കെ വരുമ്പോൾ കുറെ ലൈനും ഗൈഡ് ലൈൻ ഒക്കെ സ്കെച്ചപ്പിലൊക്കെ വരുന്ന പോലെ ഗൈഡ് ലൈൻസ് കുറെ വരുന്നുണ്ട്. അതുപോലെ കുറെ സംഭവങ്ങൾ നമുക്ക് ഡിസ്റ്റർബൻസ് വ്യൂ പോർട്ടിൽ വരും. അപ്പൊ അതൊക്കെ ഹൈഡ് ചെയ്യാനും അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. സോ ഇതിപ്പോ ഞാൻ കൂടുതൽ പറയുന്നില്ല. നമുക്ക് എന്താ പറയാ ഫ്യൂച്ചർ ക്ലാസ്സിൽ അതിനെ കുറിച്ച് സംസാരിക്കും. സോ ഇനി നമുക്ക് ഏറ്റവും ബേസിക്കലി പറയാനുള്ളത് ഇതിന്റെ കസ്റ്റമൈസേഷൻ ഇന്റർഫേസ് മാത്രം ജസ്റ്റ് ഒന്ന് കസ്റ്റമൈസ് ചെയ്യാൻ. സോ ഇതില് ഇനി നമുക്ക് കസ്റ്റമൈസ് പറയാനുള്ളത്, ഇപ്പോ ഇതാണ് നമ്മുടെ വ്യൂ പോർട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇത് ആഹ് ഇത് ഔട്ട്ലൈനർ ഞാൻ പറഞ്ഞല്ലോ. ഈ ഔട്ട്ലൈനർ നമുക്ക് ആവശ്യമുണ്ട്. ഒരുപക്ഷെ 2 ഔട്ട്ലൈനർ യൂസ് ചെയ്യാം. അത് ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞുതരാം. പിന്നെ ഈ ഒരു സംഭവം നമുക്ക് വേണ്ട. ഞാൻ കസ്റ്റമൈസേഷനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ വ്യൂ പോർട്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഞാൻ എന്ത് ക്ലിക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റും. ഇതിൽ കാണാൻ പറ്റും. പിന്നെ ഇനി നമുക്ക് ഉം ഈ പ്രോപ്പർട്ടീസ് ഇവിടെ തന്നെ ഉണ്ടായിക്കോട്ടെ. ആവശ്യത്തിന് നമ്മൾ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ലേ ഔട്ട് പറഞ്ഞ വർക്ക് വർക്ക് സ്പേസിലാണ് നിൽക്കുന്നത്. ഇതിൽ കുറെ ലേ ഔട്ട് ഉണ്ട്. ഇതിലെല്ലാം നമുക്കിപ്പോ നിലവിൽ ആവശ്യമില്ല. സോ എനിവേ നമ്മളിപ്പോ ലേ ഔട്ടാണ് മാറ്റം വരുത്താൻ പോകുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ലേ ഔട്ട് ഇതുപോലെ നിർത്തിയിട്ട് മോഡലിംഗിൽ മാറ്റം വരുത്താം. മോഡലിംഗ് എന്ന് പറയുമ്പോൾ ഇതാ കംപ്ലീറ്റ്ലി ഇങ്ങനെയാണ്. സോ അത് നിങ്ങളെ ഇഷ്ടമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതും ഈ വർക്ക് ചെയ്യുന്നതൊക്കെ സെയിം തന്നെ. രണ്ടും ഒരേ ഒബ്ജക്റ്റ് ആണ്. മനസ്സിലായോ? ഞാനിപ്പോ ഈ ഒരു ഈ ക്യൂബിനോട് കൂടെ വെച്ച് മോഡലിംഗ് വന്നാൽ ഈ ക്യൂബ് കൊണ്ട് നീങ്ങിയിട്ടുണ്ട്. അതായത് ഇങ്ങനെയാണ് ഒക്കെ ഇരിക്കുന്നത്. ഇവിടെ വന്നാല് സെയിം ഇതുപോലെ കണ്ടോ. പിന്നെ നമ്മള് ഇവിടെ ഇങ്ങനെയും ഇവിടെ ഇങ്ങനെയും എന്നുള്ള സംഭവം ഉണ്ടല്ലോ. ഇത് കണ്ടോ, രണ്ട് വ്യൂവിലല്ലേ നമ്മൾ കാണുന്നത്. ഈ വ്യൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ. അപ്പൊ ഇത് മാറ്റിയിട്ട് ഒരേപോലെ ആക്കാം. അപ്പൊ ഇവിടെ അങ്ങോട്ട് മാറി മോഡലിംഗിലേക്ക് പോയി കഴിഞ്ഞാലും സെയിം ഇതേപോലെ നമുക്ക് വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ മുകളിൽ നിന്നാണല്ലോ കാണുന്നത്. സോ അതിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കാനുള്ള ഒരു ആഡ് ഓൺ വേറെ ഉണ്ട്. ആഡ് ഓൺ എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലഗിന്. സോ പ്ലഗിന് ഉണ്ട്. അതെല്ലാം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സോ ഇപ്പൊ നിലവിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നമ്മൾ ഓരോ വ്യൂ പോർട്ടിലേക്ക് പോകുമ്പോഴും ഇതിന്റെ ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ, ഐ മീൻ ഈ ഒരു മൊത്തം കസ്റ്റമൈസ് ചെയ്ത് സംഭവം ഇന്റർഫേസിൽ മാറ്റം വരും. സോ ഈ ഒരു സംഭവം നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഇവിടെ സ്പേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഈ ടൈം ലൈനിൽ ഇങ്ങനെ വർക്ക് ചെയ്യും. സോ നമ്മൾ സ്പേസിന്റെ ഈ ഒരു ഇതും സ്പേസ് ബട്ടൺ ഈ ഒരു പ്ലേ ബട്ടണിൽ ലിങ്ക്ഡ് ആണ്, ഐ മീൻ അസൈൻഡ് ആണ്. അപ്പൊ അസൈഗ്നേഷൻ ആ ഒരു സംഭവം റിമൂവ് ചെയ്യണം. സോ അതിന് നമ്മൾ ഒന്നും ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്ലേ ബട്ടണിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ഷോർട്ട് കട്ട് എന്നുള്ളതുണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. സോ ഇനി സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ പ്ലേ ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇതിലെല്ലാം ഓരോ ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ആവശ്യമില്ല, നിലവിൽ ആവശ്യമില്ല. സോ നമ്മൾ റിമൂവ് ചെയ്യാണ്. ഓക്കെ, ഇതെല്ലാം വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ഞാൻ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു പ്രിഫറൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രിഫറൻസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നാൽ നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷെ അത് അല്പം ഒരു നേരിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അത് ഫയൽ എക്സ്പ്ലോറർ ഉള്ളിലൊക്കെ കയറിയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് വേണം അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞു തന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനത് പറയണുള്ളൂ. നിങ്ങൾ പറയുകയാണെങ്കിൽ ഓക്കെ. ഇപ്പൊ ബിഗിനർ ലെവലിൽ ഞാനത് അതിന്റെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മാത്രം അപ്പൊ നമുക്ക് നോക്കാം, അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ റിമൂവ് ഓഫ് ഷോർട്ട് കട്ട് ഇതെല്ലാം ഞാൻ റിമൂവ് ചെയ്തല്ലോ. ഇതെല്ലാം ഷോർട്ട് കട്ട് ഒക്കെ ഞാൻ റിമൂവ് ചെയ്തു. യെസ് യെസ്, എല്ലാത്തിലും റിമൂവ് ആയി. ഇവിടെ നിന്ന് പോയില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാം റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു സംഭവം പറയാനുള്ളത്, നമ്മളൊരു ക്യൂബ് ഞാൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഭവം വരും. കണ്ടില്ലേ, മൂവ് മെനു, ഈ സംഭവം. ഇത് നമ്മള് പറയാ ലാസ്റ്റ് അപ്ഡേറ്റ് എന്നോട്ടാണ് ഇവിടെ വന്നാൽ അറിയാൻ പറ്റും. യെസ്, അഡ്ജസ്റ്റ് ലാസ്റ്റ് ഓപ്പറേഷൻ. ഈ സംഭവം നമുക്ക് എന്താണോ ലാസ്റ്റ് ചെയ്തത് അത് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. അതിലെന്തെങ്കിലും മാറ്റം വരുത്താണ്ടെങ്കിൽ
നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് മാറ്റം വരുത്തുന്നതാണ്. ഇത് വൺസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് കിട്ടാൻ പണിയാണ്. പിന്നെ ഒരു സംഭവം ഉണ്ട്, അഥവാ ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഓപ്പറേഷൻ വീണ്ടും കിട്ടണമെങ്കിൽ F9 ക്ലിക്ക് ചെയ്താൽ മതി. F9 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം മെനു ഇവിടെ വരും, എവിടെയെങ്കിലും നമ്മളെ മൗസ് അവിടെ വരും. അപ്പൊ നമുക്ക് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ വൺസ് നമ്മൾ 2 തവണ ഇത് വേറെ മാറ്റം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കഴിഞ്ഞ റീസെന്റ് സംഭവം മിസ്സായി, ഇപ്പൊ ലേറ്റസ്റ്റ് സംഭവമാണ് വന്നിട്ടുള്ളത്. അപ്പോ ഇതും ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതിന്റെ ശരിക്കുള്ള ഒരു യൂസ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മൾ മൈന്യൂട്ട് ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രിസിഷൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ മൂവ് ഒക്കെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴൊക്കെ നമുക്കത് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ആ ഒരു കാര്യത്തിലേക്ക് വരേണ്ടതുള്ളൂ. ഓക്കെ. അപ്പൊ ഇങ്ങനെ സംഭവം ഒരു മെനു ഇവിടെ ഉണ്ട് എന്നുള്ള ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ വ്യൂ പോർട്ട് ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ 3D വ്യൂ പോർട്ട്, ഇത് ഔട്ട്ലൈനർ, ഇത് പ്രോപ്പർട്ടി, ഇത് ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ തന്നെ നിൽക്കുന്ന കമ്പൽസറി ഒന്നുമല്ല. ഇതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ നേരത്തെ ഇവിടെ കണ്ടില്ലേ, ഞാൻ ഡ്രാഗ് ചെയ്ത് പൊക്കിയത് കണ്ടില്ലേ നിങ്ങള്, അതുപോലെ ഇവിടെയും ഡ്രാഗ് ചെയ്യാം, എല്ലായിടത്തും ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഇതുള്ളത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാം, ഷിഫ്റ്റ് ചെയ്യാം, ജോയിൻ ചെയ്യാം, അങ്ങനെ പരിപാടി. അപ്പൊ നമുക്ക് ഈ വ്യൂ പോർട്ടിന് 2 3 ഒക്കെ ആക്കാം. നമുക്ക് പുതിയൊരു ബോക്സ് വ്യൂ പോർട്ടിൽ പുതിയൊരു വ്യൂ പോർട്ട് ഔട്ട്ലൈനർ കൊണ്ടുവരണമെങ്കിൽ നമ്മളിങ്ങനെ കോർണറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മൗസിന്റെ അവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം. ആ പ്ലസ് ബട്ടൺ എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വ്യൂ പോർട്ട് എത്ര വേണമെങ്കിലും സബ് ഡിവൈഡ് ചെയ്യാം, കട്ട് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് വേറെ എന്തെങ്കിലും ആയിട്ട് മാറ്റാൻ പറ്റും. അത് ഞാൻ ഇപ്പൊ കാണിക്കാം. എനിവേ, ഇപ്പൊ ഞാൻ പുതിയ 3 3D വ്യൂ പോർട്ട് കൊണ്ടുവന്നു. സോ എനിക്ക് ഇവിടെ ഇങ്ങനെ നോക്കാം, ഇതിൽ ഇങ്ങനെ വേറെ വ്യൂവിൽ കാണാം. ഇപ്പൊ ഞാൻ പറഞ്ഞു ടാബിന്റെ മുകളിലുള്ള ബട്ടൺ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് വ്യൂ വരും. ഇവിടെ വീണ്ടും ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ വരും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്യാമറ കൊടുക്കണമെങ്കിൽ ക്യാമറ വ്യൂ വരും. ഓക്കെ. സോ ഇങ്ങനെ നമുക്ക് നമുക്ക് വ്യൂ ഈ പൈ മെനു, ഈ ഒരു മെനു വെച്ചിട്ട് നമുക്ക് ഏത് വ്യൂക്ക് പോവാം. ഇതേ സംഭവം നമുക്ക് കീബോർഡിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ ടോപ്പ് വരണമെങ്കിൽ നമ്പർ പാഡിൽ 7 ക്ലിക്ക് ചെയ്താൽ മതി. 8 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ ആക്ച്വലി അതിങ്ങനെ നിങ്ങൾ കീബോർഡ് നമ്പർ പാഡിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ 1 ക്ലിക്ക് ചെയ്താൽ എന്താ വരുന്നത്, അപ്പൊ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഫ്രണ്ട്. ഓക്കെ, ഫ്രണ്ട് ഓർത്തോഗ്രാഫിക്. സോ 3 അടിച്ചു കഴിഞ്ഞാൽ റൈറ്റ് വരുന്നുണ്ട്. 1 ഫ്രണ്ട്, 3 റൈറ്റ്. അപ്പൊ 2 എന്താന്ന് വെച്ചാൽ അത് ഇങ്ങനെ നമുക്ക് തന്നെ ചെറുതായിട്ട് ഓർബിറ്റ് ചെയ്ത് തരും. അത്യാവശ്യം ഒരു ചെറിയ ഓർബിറ്റാണ് നടക്കുന്നത്. ഓക്കെ, കണ്ടോ? അത് നമ്മള് ഗെയിം കളിക്കുന്ന പോലെ തന്നെ 84 6 2 ഈ 4 ബട്ടൺ ഒരു ചെറിയ ജോയ്സ്റ്റിക്ക് പോലെ വർക്ക് ചെയ്യാം. നമ്മള് കണ്ടോ, അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. 84 2 6 5 പെർസ്പെക്റ്റീവ്, അതുപോലെ ഓർത്തോഗ്രാഫിക്. ഇത് രണ്ടും ഇങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടൺ ആണ്. ഓക്കെ, 5. അതുപോലെ തന്നെ 3 ഞാൻ പറഞ്ഞല്ലോ, 1 3 7 9. 7 ടോപ്പ് ആണ്. കൺട്രോൾ പിടിച്ച് 7 ക്ലിക്ക് ചെയ്താൽ ബോട്ടമത്തേക്ക് വരും. കൺട്രോൾ ബോട്ടത്തേക്ക് വരും. വെറും 7 ടോപ്പ് വരും. കൺട്രോൾ പ്ലസ് 7 ബോട്ടം വരും. ഇത് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്, നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ ഓക്കെ. അതുപോലെ നിങ്ങൾ നമ്പർ പാഡിൽ ഇങ്ങനെ ഈ നമ്പേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോ ഇവിടെ 2 ഒബ്ജക്റ്റ് ഉണ്ട്, 2 ക്യൂബ് ഉണ്ട്. അപ്പൊ എനിക്ക് ഈ ക്യൂബ് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കിത് ഹൈഡ് ചെയ്തിട്ടും കാണാം. അതല്ലെങ്കിൽ നമുക്ക് ഇതിന് ഐസൊലേറ്റഡ് മോഡിലേക്ക് പോവാം. ഇത് മാത്രമേ കാണുന്ന സംഭവം. നമ്മൾ എഡിറ്റ് ഒക്കെ വരുത്തുമ്പോൾ നമുക്ക് മറ്റുള്ളതൊക്കെ ശല്യമായിട്ട് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ കീബോർഡിലുള്ള സ്ലാഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മാത്രമായിട്ട് സൂം ചെയ്യാൻ പറ്റും. സൂം ചെയ്യാൻ മാത്രമല്ല, നമുക്കത് മാത്രമേ കാണുള്ളൂ. വീണ്ടും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ റെസ്റ്റ് എല്ലാ സംഭവം കാണും. നമ്മളെ സ്കെച്ചബിള് ഹിഡൻ റെസ്റ്റ് എന്നാണ് അതിന്റെ സംഭവം. റെസ്റ്റ് വ്യൂ, ഹിഡൻ റെസ്റ്റ് എന്ന സംഭവം ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സോ ഹിഡൻ റെസ്റ്റും 3ds Maxൽ ഐസൊലേറ്റഡ് വ്യൂ എന്നൊക്കെ പറയുന്ന സംഭവം. സോ അതാണ് നമ്മൾ സ്ലാഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇതിൽ ലോക്കൽ എന്ന് പറയാം, ലോക്കൽ വ്യൂ. ഓക്കെ, സോ ഇതാണ്. പിന്നെ ഇത് നമുക്ക് ഇന്റർഫേസിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇന്റർഫേസ് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് ജോയിൻ ചെയ്യുക. ഇത് നമുക്ക് വേണ്ട, ഒരെണ്ണം അല്ലെങ്കിൽ ഒരെണ്ണം മാത്രം മതി ഇങ്ങനെ സെപ്പറേറ്റ് എന്നാണെങ്കിൽ നമുക്ക് ഇത് ജോയിൻ ചെയ്യാം. കൺട്രോൾ ഇവിടെ ഈ ഒരു ബട്ടൺ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നിടത്ത് ഇവിടെ വന്നിട്ട് ഈ ഒരു സിമ്പിൾ വന്നു കഴിഞ്ഞാൽ, മൗസ് കഴ്സർ ഈ സിമ്പിൾ ആയി കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ഉണ്ട്, സ്വാപ്പ് ഉണ്ട്. ഇത് അങ്ങോട്ടും സ്വാപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ സ്വാപ്പ് ഞാൻ ആദ്യം കാണിക്കാം. സ്വാപ്പ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഓക്കെ,
അതുപോലെ ഇവിടെ നമുക്ക് സ്വാപ്പ് ചെയ്യാം. വ്യൂ പോർട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഔട്ട്ലൈനർ ഇങ്ങോട്ട് കൊണ്ടുവരാം. സ്വാപ്പ്. അതുകൊണ്ട് ഔട്ട്ലൈനർ ഇങ്ങോട്ടൊന്ന് വ്യൂ പോർട്ട് അങ്ങോട്ട് പോയി. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കസ്റ്റമൈസ്ഡ് സംഭവം ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. 3ds Max കാണുന്ന പോലെ ഈ ഔട്ട്ലൈനർ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ. എന്നിട്ട് അങ്ങനെ നമ്മുടെ രീതിയിൽ പല രീതിക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്ലെൻഡറിന്റെ ഏറ്റവും നല്ല അഡ്വാൻസ് ഒരു ക്വാളിറ്റിയാണ് ഈ കസ്റ്റമൈസേഷൻ. നമ്മളെ ഒരു 3D ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അത്. ഓക്കെ. പിന്നെ ഒന്നത് ഇനി ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഏതാണോ ജോയിൻ ചെയ്യേണ്ടത് ഞാൻ കാണിക്കാം. നമ്മൾ ആദ്യം ഇവിടെ വരിക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ജോയിൻ. ഇനി ഏതാണോ ജോയിൻ ചെയ്യേണ്ടത്, ഇത് ഇങ്ങോട്ടാണെങ്കിൽ ഈ ഏരോക്ക് അനുസരിച്ച് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളതാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ അത് അങ്ങോട്ട് വന്നു. ഓക്കെ. അതുപോലെ ഇതും വേണമെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ഒരു വട്ടം കൂടി കാണിക്കാമല്ലോ. ഇപ്പൊ ഞാൻ ഈ ഒരു അതായത് ഈ ഒരു സംഭവം ഇങ്ങോട്ടാ കൊണ്ടുവരും. ഓക്കെ. അപ്പൊ ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇത് ഇങ്ങോട്ട് വന്നു. ഓക്കെ. സിമ്പിൾ മെത്തേഡാണ്. ഇനി മുകളിലത്തെ ഞാൻ താഴത്ത് കൊണ്ടുവരാം. ജോയിൻ താഴേക്ക്. ഇപ്പൊ നമുക്ക് പുതിയത് താഴെ ഒരു ബോക്സ് വേണം. ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്തു പോയി. അപ്പൊ എനിക്ക് തിരിച്ചു വേണം. അപ്പൊ ഇനി കൺട്രോൾ സെറ്റ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നില്ല. കാരണം ഇത് ഇന്റർഫേസിൽ വന്നതാണ്. ഇതിലെ മെയിൻ ബ്ലെൻഡറിന്റെ എന്താ പറയുക ഇന്റർഫേസിലാണ് മാറ്റം വന്നത്. അപ്പൊ കൺട്രോൾ സെറ്റ് അവിടെ പോസിബിൾ അല്ല. സോ നമ്മള് വേറെ വഴിയൊന്നുമില്ല, പുതിയൊരു സംഭവം ഉണ്ടാക്കുന്നത്. അതായത് പ്ലസ് ക്ലിക്ക് ഐ മീൻ കോർണറിൽ വരുന്നു, പ്ലസ് വരുന്നു, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്യുന്നു മുകളിലേക്ക്. അപ്പൊ എനിക്ക് ഒരു വ്യൂ പോർട്ട് കിട്ടി. പക്ഷെ എനിക്കത് ഇതായി കിട്ടണം. ഏത് നമ്മളെ പഴയ ടൈം ലൈനർ ആയിട്ട് കിട്ടണം. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് മാറ്റണം. ഇപ്പൊ എനിക്ക് ഈ പ്രോപ്പർട്ടീസ് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോ സ്വാപ്പ് ചെയ്തെടുക്കാം. അതല്ലാണ്ട് അല്ലെങ്കിൽ ടൈം ലൈനറിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ഇപ്പൊ നമ്മള് വ്യൂ പോർട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ഈ കോർണറിൽ വരിക. ഈ ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റ് കോർണറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ സിമ്പിൾ കാണാല്ലേ. ഇത് നമ്മളെ 3D വ്യൂ പോർട്ടിന്റെ സിമ്പിളാണ്. അപ്പൊ ഈ സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ടൈം ലൈനർ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ടൈം ലൈൻ. അത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് പഴയ ടൈം ലൈനിങ് ഇവിടെ വരും. ഓക്കെ. നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെറുതാക്കാം. ഇത് പഴയ ടൈം ലൈൻ അല്ല, ഇത് അല്ല, ഇത് വ്യത്യാസമുണ്ട്. സോ നമ്മളെ പഴയ ടൈം ലൈൻ ഡ്രോപ്പ് ഷീറ്റ് ആണ്. അല്ല, ടൈം ലൈൻ ആയിരുന്നു തോന്നണം. ഓക്കെ. ഇത് തന്നെയാണ്. പഴയ ടൈം ലൈൻ ഇതാണ്. ഓക്കെ. അപ്പോ നമുക്ക് ഇവിടെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ അതുകൂടി ശ്രദ്ധിക്കണേ. ഇവിടെ കുറെ സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മളെ മെറ്റീരിയൽ എഡിറ്റിംഗിന്റെ ഒരു മെയിൻ സംഭവമാണിത്, ഷെയ്ഡ് എഡിറ്റർ. നമ്മുടെ ഈ മെറ്റീരിയൽസിന്റെ സെയിം സംഭവങ്ങളാണ് ഇവിടെയും വരുന്നത്. സെയിം സംഭവം, സിങ്ക്രണൈസ്ഡ് ആണ്. സോ അതൊക്കെ നമുക്ക് വഴി പറയാം. സോ നമുക്ക് ആക്ച്വലി ടൈം ലൈൻ അല്ല ഇവിടെ വേണ്ടത്. നമ്മളെ സംബന്ധിച്ച് ഈ ഒരു സംഭവമാണ് ഇവിടെ വേണ്ടത്. അത് ഷെയ്ഡ് എഡിറ്റർ എന്നുള്ള ഈ ഒരു മെനു ആണ്, ഈ ഒരു കാറ്റഗറിയാണ് ഇവിടെ വേണ്ടത്. 3D വ്യൂ പോർട്ട് വേണം, ഷെയ്ഡ് എഡിറ്റർ വേണം, പ്രോപ്പർട്ടീസ് വേണം, ഔട്ട്ലൈനർ വേണം. ഒരു നോർമൽ നമുക്ക് വേണ്ട ഒരു ചെറിയൊരു ഇന്റർഫേസ് ഇതാണ്. ഓക്കെ. എന്റെ വർക്ക് ഫ്ലോക്ക് അനുസരിച്ച് കുറച്ചും കൂടി മാറ്റങ്ങളുണ്ട്. പക്ഷെ നിലവിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു ലെവലിലേക്ക് മാറ്റം വരുത്തുക. ഓക്കെ. ഇതുവരെ എത്തിയതിനു ശേഷം വേറെ ഒന്നുമില്ല, ഈ ക്യൂബ് ഒന്നും വേണ്ട, അതൊന്നും നിർബന്ധമുള്ള കാര്യമില്ല. ക്യാമറയും ലൈറ്റ് കൂടെ ഉണ്ടായിക്കോട്ടെ. വേണമെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ക്യൂബ് കൊണ്ടുവരാം. അത് ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞിട്ടില്ലല്ലേ, സോറി. അപ്പൊ നമുക്ക് പുതിയൊരു ഒബ്ജക്റ്റ് കൊണ്ടുവരാന് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ആഡ്. ഈ ആഡ് എടുത്ത് മെഷ് എടുത്തിട്ട് എന്തെങ്കിലും സംഭവം ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് വരും. ഇപ്പൊ നമുക്ക് സിലിണ്ടർ ആണ് വേണ്ടിട്ട് സിലിണ്ടർ വരും. സിലിണ്ടർ വന്നപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഈ മെനു വന്നു. ഓക്കെ. നമ്മളെ ലാസ്റ്റ് അപ്ഡേറ്റ്, ലാസ്റ്റ് എന്താ പറയാ, ഓട്ടോ അഡ്ജസ്റ്റ് ലാസ്റ്റ് ഓപ്പറേഷൻ. സോ ലാസ്റ്റ് ഓപ്പറേഷന്റെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് വരുത്താൻ. അപ്പൊ ഇതിൽ കണ്ട ഈ ഒരു എന്താ പറയാ, സിലിണ്ടറിലെ എത്ര സെഗ്മെന്റ്സ് വന്നിട്ടുണ്ട്, എത്ര വെർട്ടിക്കൽ ലൈൻസ് വന്നിട്ടുണ്ട്, അതാണ് ഇവിടെ സെഗ്മെന്റ്സ് ഐ മീൻ വെർട്ടിക്കൽസ് എന്ന് കാണിക്കുന്നത്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് കഴിഞ്ഞാൽ ത്രികോണായി മാറും, ഐ മീൻ ട്രയാങ്കിൾ ആയി മാറും. കണ്ടോ, 3 ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ മാത്സിൽ ജിയോമെട്രി ഒക്കെ നന്നായിട്ട് അറിയുന്ന ആൾ, ജിയോമെട്രി എന്ന ആ ഒരു സബ്ജക്ട് അറിയുന്ന ആളുകൾക്ക് ഇതൊക്കെ ഏറ്റവും പെട്ടെന്ന് എടുത്ത് മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മുടെ മാത്സ് റിലേറ്റഡ് ആണ്, ജിയോമെട്രി ആയിട്ടാണ് ഏറ്റവും കൂടുതൽ റിലേഷൻ. സോ നമ്മുടെ 3D വർക്ക് ഫ്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിവേ 3 കാര്യങ്ങൾ, 3 ഐ മീൻ 3 ഫ്രണ്ട് ഏറ്റവും ടോപ്പ് നോക്കുമ്പോൾ 3 കോർണർ ആണ് വരുന്നത്. 3 സെഗ്മെന്റ് ആണ് ഈ ഒരു സിലിണ്ടറിന് വന്നത്. അതുകൊണ്ടാണ് 3 വന്നപ്പോ ഒരു ഏകദേശം ഒരു ശരിക്കും ട്രയാങ്കിൾ അല്ല, അതിന് വേറെന്തോ നെയിം ആണ് പറയാം. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് പേര് ഞാൻ മറന്നു, സോറി. അപ്പോ നമുക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലുള്ള ഒരു സിലിണ്ടർ കിട്ടി. സോ എനിവേ
നമുക്കിങ്ങനെ അതിന്റെ സെഗ്മെന്റ്സ് കൂട്ടാം. ഇപ്പൊ നമുക്ക് എന്തായി, ഒരു ക്യൂബ് പോലെ. ഓക്കെ, അപ്പൊ നമുക്കിങ്ങനെ സെഗ്മെന്റ്സ് കൂട്ടുന്തോറും അതിന്റെ ഷേപ്പ് ഇങ്ങനെ ഹെക്സഗൺ പെന്റഗൺ ആയിട്ട് ഇങ്ങനെയൊക്കെ മാറി മാറി വരും. സോ നമുക്കൊരു നല്ലൊരു സ്ക്വയർ ഒരു സർക്കിൾ കിട്ടണമെങ്കിൽ ഏകദേശം 64 ഒക്കെ വരണം, സ്മൂത്ത് സാധനം കിട്ടണമെങ്കിൽ. 64ഉം പോരെ ഇപ്പൊ ഇതിൽ നമുക്ക് കാണാനുണ്ട് എപ്പോഴും. അപ്പൊ ബ്ലെൻഡറിൽ വേറെ ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോ ഒരു കുറഞ്ഞൊരു ഒരു 50s 40s അല്ലെങ്കിൽ ഒരു 50 കൊടുക്കാം. ഒരു 57 സെഗ്മെന്റ്സ് ഉള്ള സമയത്ത് നമുക്ക് ഇതിനെ സ്മൂത്ത് ആക്കണമെങ്കിൽ ബ്ലെൻഡറിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ സ്മൂത്ത് ഉണ്ട്. പക്ഷെ ഞാനിപ്പോ അത് ചെയ്യുന്നില്ല, ഞാനിപ്പോ കാണിക്കാം. അതിനു മുന്നേ നമുക്ക് റേഡിയസ് ഒക്കെ ഒന്ന് മാറ്റി നോക്കാം. അതൊക്കെ അഡ്ജസ്റ്റ്മെന്റ്, ലാസ്റ്റ് ഓപ്പറേഷൻ അഡ്ജസ്റ്റ്മെന്റ് ആണ്. വൺസ് നമ്മളിത് ഫിക്സ് ചെയ്ത് നമ്മളിത് ലാസ്റ്റ് ഓപ്പറേഷൻ നമ്മൾ ചേഞ്ച് വരച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലാസ്റ്റ് ഓപ്പറേഷൻ കിട്ടില്ല. കിട്ടും അടുത്ത എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുന്നതിന്റെ മുന്നേ F9 അടിച്ചു കഴിഞ്ഞാൽ. സോ ഞാനത് കാണിക്കാം. എന്റെ ഡെപ്ത് 2 മീറ്റർ നമ്മൾ കുറയ്ക്കുകയാണ്. ഓക്കെ, ഇത്ര വെച്ച് ഒരു 1.1 വെച്ചു. പിന്നെ മറ്റുള്ള ലൊക്കേഷൻ റൊട്ടേഷൻ ഒക്കെയാണ്, ഇപ്പൊ നമ്മൾ മാറ്റം വരുത്തുന്നില്ല. സോ നമ്മള് പുറത്തുനിന്ന് ക്ലിക്ക് ചെയ്തു, ആ ലാസ്റ്റ് ഓപ്പറേഷൻ മെനു മിസ്സായി. ഇനി നമുക്ക് വീണ്ടും എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ F9 ക്ലിക്ക് ചെയ്യാം. സെയിം ഇത് വന്നിട്ടുണ്ട്, ലാസ്റ്റ് ഓപ്പറേഷന്റെ സെയിം സംഭവം, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഐ മീൻ നമ്മൾ ഇനി വൺസ് നമ്മളത് ഒരു ഓപ്പറേഷൻ ചെയ്തു, അത് ഫിക്സ് ആക്കി. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഇത് മൂവ് ചെയ്തു. ഇപ്പൊ എന്റെ ലാസ്റ്റ് ഓപ്പറേഷൻ മൂവ് ആണ്. സോ ആ മൂവ് മാത്രമേ ഇവിടെ എന്റെ ലാസ്റ്റ് ഓപ്പറേഷൻ വന്നിട്ടുള്ളൂ. പഴയ ലാസ്റ്റ് ഓപ്പറേഷൻ പോയി, മിസ്സായി. ഇനി എനിക്കത് തിരിച്ചിട്ടില്ല. പിന്നെ അതിനൊക്കെ ആഡ് ഓൺ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ എന്തായാലും ഒരു എന്താ പറയാ, ഫുൾ ഫങ്ഷണൽ ആയിട്ടുള്ള ആഡ് ഓൺസ് കുറവാണ് ആ രീതിയിൽ. നമ്മൾ ഒരിക്കൽ നമ്മൾ സംഭവം അതിന്റെ പാരാമീറ്റേഴ്സ് ഫിക്സ് ചെയ്താൽ ഫിക്സ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ വേറൊരു സംഭവമൊക്കെ വരുന്നുണ്ട്, ഞാൻ ഭാവിയിൽ പറയാം. എന്തായാലും 3ds Maxലെ പോലെ ഒരു പാരാമീറ്റർ അഡ്ജസ്റ്റ്മെന്റ് എപ്പോഴും നടക്കില്ല. എന്നാലും നമ്മൾ ഈ നമ്മുടേതായ ബ്ലെൻഡർ വർക്ക് ഫ്ലോയിൽ നമ്മൾ വൺസ് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിന്റെ ആവശ്യമില്ല. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ ആർക്ക് വിഷ്വലൈസേഷന് വേണ്ടി നമ്മൾ ബ്ലെൻഡർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പാരാമീറ്റേഴ്സും ഒക്കെ ആയിട്ട് നമുക്ക് എപ്പോഴും വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, എനിവേ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് വയേർഡായിട്ടും കുറച്ച് ടഫ് ആയിട്ടൊക്കെ തോന്നും. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആവും, പിന്നെ അത് യൂസ്ഫുൾ ആവും. ബ്ലെൻഡർ എപ്പോഴായാലും ഫ്രീലാൻസേഴ്സിന് വളരെ യൂസ്ഫുൾ ആണ്. മറ്റുള്ള ആളുകൾക്കാണെങ്കിലും ബ്ലെൻഡർ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതല്ല, ഒരു സ്വിച്ച് ടൂൾ ആണ്. എപ്പോ വേണമെങ്കിലും ഇതിന് കട്ടുമ്പോൾ സ്ക്രൂ ഡ്രൈവർ ഒക്കെ ആയിട്ട് എടുക്കാവുന്ന ഒരു ടൂൾ ഇല്ലേ, സ്വിച്ച് ടൂൾ. ഐ മീൻ മൾട്ടി ടൂൾ, മൾട്ടി സംഭവങ്ങളൊക്കെ അതിലെ പല സ്ക്രൂ ഡ്രൈവറും കട്ടിംഗ് വരുന്ന ഒരു ടൂൾ ഉണ്ടല്ലോ. അതുപോലെ ബ്ലെൻഡർ നമ്മൾ വൺസ് നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ സൈസ് കുറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. എപ്പോ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഘട്ടങ്ങളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, വർക്ക് ചെയ്യാം. സോ അതുകൊണ്ട് നമുക്കൊരു യൂസ്ഫുൾ സോഫ്റ്റ്വെയർ ആണ്. ഒരു സ്വിച്ച് ടൂൾ പോലെ തന്നെ യൂസ് ചെയ്യാം. അത്യാവശ്യ ഘട്ടങ്ങൾക്ക് നമുക്ക് ആ ഒറ്റ ടൂൾ മതി, ഈ ഒറ്റ സോഫ്റ്റ്വെയർ മതി, പല കാര്യങ്ങൾക്കും നമുക്ക് വർക്ക് ചെയ്യാം. വീഡിയോ എഡിറ്റിംഗ് വരെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ അതൊന്നും ഇപ്പൊ നമ്മളെ ഒരു ഭാഗത്ത് വരുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. വീഡിയോ എഡിറ്റിംഗ് ഒക്കെ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ചൊക്കെ വീഡിയോ എഡിറ്റിംഗിന്റെ ക്ലാസ് നോക്കാം. ഞാനും കുറച്ചൊക്കെ വീഡിയോ എഡിറ്റിംഗ് ബ്ലെൻഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും നമ്മൾ ചെയ്യുന്നതല്ല. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ വേറെ സോഫ്റ്റ്വെയർ ഡാവിഞ്ചി റിസോൾവ് ഒക്കെ ഉള്ളതുകൊണ്ട്, ഐ മീൻ ഡാവിഞ്ചി റിസോൾവ് ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ഇതിൽ വന്ന് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തെന്നുള്ളൂ. പിന്നെ ബ്ലെൻഡർ പൈത്തൺ സ്ക്രിപ്റ്റിന്റെ സോഫ്റ്റ്വെയർ ആണെന്നാണ് എന്റെ അറിവ്. സോ നമുക്ക് പൈത്തൺ സ്ക്രിപ്റ്റ് ഒക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. സ്ക്രിപ്റ്റിംഗ് ചെയ്യാൻ അറിയുന്ന ആളുകളൊക്കെ അത്യാവശ്യം സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഇതിൽ മോഡലിംഗ് ചെയ്യുന്നതും ആനിമേഷൻ ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എനിവേ ബ്ലെൻഡറിന്റെ ചെറിയൊരു പുതിയ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞെന്നുള്ളൂ. സോ ദിസ് വൺ ഈസ് ഇപ്പൊ നമ്മളെ എപ്പിസോഡ് ഒരുപക്ഷെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. കാരണം ഇന്റർഫേസ് എന്ന രീതിയിൽ, ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ അത്യാവശ്യം കുറെ നമ്മൾ സംസാരിച്ചു. സോ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വന്നത് ഇത് ലാസ്റ്റ് ഓപ്പറേഷന്റെ കാര്യമാണ്, ഈ ഒരു മെനു. പിന്നെ ഇപ്പൊ ഞാൻ അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞല്ലേ. അപ്പൊ നിങ്ങളും ഇതുപോലെ എന്താ ചെയ്യാ, പുതിയൊരു ബ്ലെൻഡർ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ രീതിയിലേക്ക് ഒന്ന് മാറ്റം വരുത്തി, ഇന്റർഫേസ് കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് വരുത്തി, ഇതുപോലെ ഇവിടെ ഒരു ഷെയ്ഡ് എഡിറ്റർ വന്നോട്ടെ, ദിസ് വൺ, അത് വരിക ഒക്കെ ആയി കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പോസ് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ബാക്കി പറയാം. കൂടാണ്ട് ഇതിൽ ഒന്ന് ലാസ്റ്റ് പറയാൻ വന്നത്, നമുക്ക് പുതിയൊരു ഒബ്ജക്റ്റ് വരുന്ന ഷോർട്ട് കട്ട് ഞാൻ പറയുന്നതല്ല. ഇവിടെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാം, ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം, ലൈറ്റ്, ക്യാമറ ഒക്കെ കൊണ്ടുവരാം.
അത് നമ്മൾ ഷോർട്ട് കട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. അതും ഇതേ സെയിം മെനു തന്നെയാണ് വരിക. നമുക്ക് എന്ത് വേണമെങ്കിലും കൊണ്ടുവരാം. ഓക്കെ. ബാക്കി നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് എന്തായാലും പുതിയൊരു ചെറിയൊരു എക്സസൈസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും ചെറിയ എക്സസൈസ്. കാരണം വളരെ ഫാസ്റ്റ് ആയിട്ട് ബ്ലെൻഡർ വേണം എന്നുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് വേറെ മെൻഷൻ ചെയ്യാം. നമുക്ക് എവിടെയെങ്കിലും ചെറിയ ഡൗട്ട് ഒക്കെ ആണെങ്കിൽ നമുക്കത് വേറെ ക്ലിയർ ആക്കാം. ഇവിടെ ഇപ്പൊ നമ്മള് ഓരോ എപ്പിസോഡായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിവേ ഇപ്പൊ നിങ്ങളെ വ്യൂവേഴ്സ് ഒക്കെ കൂടുതൽ വരുന്നത് കുറച്ച് ടൈം എടുക്കും. ഞാൻ എന്തായാലും ഓരോ എപ്പിസോഡായിട്ട് മുന്നോട്ട് പോവാണ്. ഇപ്പൊ ഉള്ള ആളുകളൊക്കെ അതിനെ ഫോളോ ചെയ്യുക. ബാക്കിയുള്ള ആളുകൾക്ക് നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴായാലും നമ്മൾ റിപ്ലൈ തരാൻ ശ്രമിക്കും. ഓക്കെ. താങ്ക് യു. ഇത്രയും നിങ്ങൾ എന്നെ ട്യൂട്ടോറിയൽ കേട്ടിട്ടുണ്ടെങ്കിൽ വളരെ താങ്ക്സ്. എനിക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ സ്കിൽ വളരും. നല്ലൊരു സോഫ്റ്റ്വെയർ ആണ് ബ്ലെൻഡർ. ഫ്യൂച്ചർ എന്നുള്ളത് ബ്ലെൻഡറും അൺറിയൽ എഞ്ചിനും ഒക്കെ തന്നെയാണ് എന്നാണ് പൊതുവെ 3D ആർട്ടിസ്റ്റേഴ്സ് ഒക്കെ പറയുന്ന അഭിപ്രായം. സോ നമ്മൾ ബ്ലെൻഡർ ആണ് പഠിക്കുന്നത്. ഞാൻ കൂടുതലും ഫ്രീവെയർ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളതൊക്കെ ധാരാളം ഓൾറെഡി ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. പിന്നെ നമ്മൾ കൂടാണ്ട് ആർക്കി വിഷ്വലൈസേഷനുമായി ബന്ധപ്പെട്ട ഇന്റീരിയർ ഡിസൈനുമായി ബന്ധപ്പെട്ടുള്ള ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് അപ്ഡേറ്റ് ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും. ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. പിന്നെ ഓക്കെ. എനിവേ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഗുഡ് ബൈ.